നമസ്തേ, ജന ഡിബേറ്റിലേക്ക് സ്വാഗതം. കാശി വിശ്വനാഥന് എങ്ങനെയാണോ കാലഭൈരവൻ, അതുപോലെ തന്നെയാണ് ശ്രീധർമ്മശാസ്താവിന് വാപുരസ്വാമി. വാപുരസ്വാമിക്ക് ഒരു ക്ഷേത്രം വേണമെന്നത് ദീർഘകാലമായി ഹിന്ദു സമാജത്തിൻ്റെ ആഗ്രഹമാണ്. ആ ആഗ്രഹത്തെ അരക്കിട്ടുറപ്പിക്കുന്ന സന്തോഷ വാർത്തയാണ് കഴിഞ്ഞ ദിവസം നടന്ന അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത്. എരുമേലിയിൽ വാപുരസ്വാമിയെ പുനഃപ്രതിഷ്ഠിക്കണമെന്ന പ്രശ്നവിധി ഉൾക്കൊണ്ട് ക്ഷേത്ര നിർമ്മാണവുമായി മുന്നോട്ടു പോകാനാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകളുടെ തീരുമാനം. ഈ വിഷയം വെറുമൊരു ക്ഷേത്ര നിർമ്മാണത്തിൽ ഒതുങ്ങേണ്ടതല്ല. അയ്യപ്പന്റെ ചരിതത്തിൽ ആരോ തിരികെ കയറ്റിയ സാങ്കല്പിക കഥാപാത്രത്തെ തുറന്നുകാട്ടേണ്ടത് ധർമ്മപരമായ ബാധ്യതയാണ്. ഈ നാളത്രയും ഹൈന്ദവ സമൂഹത്തിന് മേൽ അടിച്ചേൽപ്പിച്ച അസത്യങ്ങൾക്കെതിരെയുള്ള ധർമ്മയുദ്ധത്തിന്റെ സമയമാണിതെന്നും ഹൈന്ദവ സംഘടനകൾ പറയുന്നു. ജന ഡിബേറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി പങ്കെടുക്കുന്നത് VHP സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി, പ്രഭാഷകൻ ശരത് എ ഹരിദാസൻ, ജ്യോതിഷ പണ്ഡിതൻ ഗുരുവായൂർ മറ്റം ജയകൃഷ്ണൻ പണിക്കർ, ചങ്ങനാശ്ശേരി മഹല്ല് കമ്മിറ്റി ചെയർമാൻ MS നൌഷാദ്. ആദ്യം ശ്രീ വിജി തമ്പിയിലേക്കാണ് പോകുന്നത്. ശ്രീ വിജി തമ്പി, സ്വാമി ശരണം. ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതെന്ത് എന്നുള്ള വർത്തമാനമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഉള്ളത്. ഒപ്പം തന്നെ എരുമേലി അയ്യപ്പൻകാവിൽ വാപുരസ്വാമിയെ പ്രതിഷ്ഠിക്കണമെന്ന് പ്രശ്നവിധി ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോഴുള്ള വാവര് പള്ളിക്ക് അയ്യപ്പനുമായി ഒരു ബന്ധവുമില്ലെന്നും വാവരുനട പൊളിച്ചു നീക്കണമെന്നും പറഞ്ഞപ്പോൾ വലിയ കോലാഹലമാണ് ഇവിടെയുണ്ടായത്. അങ്ങേക്കെതിരെ ചിലർ ഹൈക്കോടതിയിൽ കേസ് നൽകുന്ന, ഹർജി നൽകുന്ന സാഹചര്യം പോലും ഉണ്ടായി. എങ്ങനെയാണ് വാപുരസ്വാമിയെ ചരിത്രത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ഒരവസ്ഥയുണ്ടായത്? വാപുരസ്വാമി എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കാശി വിശ്വനാഥന് കാലഭൈരവൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് വാപുരസ്വാമി ധർമ്മശാസ്താവിന്. കാശിയിൽ പോകുന്ന ഒരാൾ കാലഭൈരവനെ ദർശനം നടത്തിയിട്ട് മാത്രമേ വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ പാടുള്ളൂ. അപ്പോഴാണ് ആ ദർശനക്രമം പൂർത്തിയാകുന്നത്. അതുപോലെ തന്നെയാണ് വാപുരസ്വാമിയെ സംബന്ധിച്ചിടത്തോളം 400 വർഷം മുമ്പ് എഴുതപ്പെട്ട ശ്രീ ഭൂതനാഥോപാഖ്യാനം എന്ന് പറയുന്ന സംസ്കൃത ഗ്രന്ഥത്തിൽ സാക്ഷാൽ അയ്യപ്പസ്വാമി പന്തള രാജാവിന് ഉപദേശിച്ചു കൊടുക്കുന്ന എങ്ങനെ വേണം ശബരിമലയിലെ പൂജാക്രമങ്ങൾ, അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങൾ, എങ്ങനെയാണ് ദർശനക്രമം, എങ്ങനെയാണ് വ്രതമനുഷ്ഠിക്കേണ്ടത്, അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും അയ്യപ്പസ്വാമി പന്തള രാജാവിന് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. അന്ന് കൃത്യമായി പറയുന്നുണ്ട്, എൻ്റെ സൈന്യാധിപനായ വാപുരനെ മഹിഷി മാരകം എന്നാണ് എരുമേലിയുടെ പഴയ പേര്. മഹിഷി മാരകത്തിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ച് അവിടെ പ്രതിഷ്ഠിക്കണമെന്നും അതിനുശേഷമാണ് ശബരിമലയിൽ വന്ന് ശബരിമല ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യേണ്ടതെന്നും വളരെ വ്യക്തമായിട്ട് ധർമ്മശാസ്താവായ അയ്യപ്പസ്വാമി പന്തള രാജാവിനോട് പറയുന്നുണ്ട്. മാത്രമല്ല, ശബരിമലയിൽ വരുന്ന ഭക്തരെ പണ്ട് എരുമേലി വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശബരിമലയിലേക്കുള്ള വഴി. അപ്പോൾ എരുമേലി കഴിഞ്ഞാൽ കൊടുങ്കാടാണ്. ആ കൊടുങ്കാടിൽ വളരെ ബുദ്ധിമുട്ടി വേണം ശബരിമലയിലെത്താൻ. അപ്പോൾ എരുമേലിയിൽ വരുന്ന ഭക്തരെ സുരക്ഷിതമായി ശബരിമലയിൽ എത്തിച്ച് ഭഗവത് ദർശനം കഴിഞ്ഞ് തിരിച്ച് എരുമേലിയിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്വമാണ് സാക്ഷാൽ വാപുരസ്വാമിക്ക് അയ്യപ്പസ്വാമി നൽകിയിരുന്നത്. ഈ വാപുരസ്വാമി എന്ന് പറയുന്നത്, എരുമേലി എന്ന് പറയുന്ന സംഭവമായിട്ട് അയ്യപ്പസ്വാമിക്കുള്ള ബന്ധം എന്ന് പറയുന്നത്, പുലിപ്പാല് തേടിയാണ് അദ്ദേഹം എരുമേലിയിൽ എത്തുന്നത്. എരുമേലി എത്തുമ്പോൾ അന്ന് എരുമേലി കഴിഞ്ഞാൽ കൊടുങ്കാടാണ്. എരുമേലി ഒരു വനപ്രദേശത്തിൻ്റെ ഒരു ബോർഡർ പോലെയാണ്. അപ്പോൾ അവിടെ മറ്റ് വീടുകളോ ഒന്നുമില്ല. ഒരു പഴയ ഒരു വീട്, ഒരു കുന്നിൻ്റെ മുകളിലൊരു വീടാണ്. ആ വീട്ടിലേക്കാണ് അയ്യപ്പസ്വാമി എത്തുന്നത്. അവിടെ അത് പുത്തൻ വീടെന്ന് പറഞ്ഞ് ഇന്നും ആ അയ്യപ്പസ്വാമി താമസിച്ച വീട് അവിടെ അവർ സുരക്ഷിതമായി സംരക്ഷിക്കുന്നുണ്ട്. അവിടെയാണ് അയ്യപ്പസ്വാമി വന്നപ്പോൾ അവിടെ ഒരു വയസ്സായ സ്ത്രീ മാത്രമേ ഉള്ളൂ, മറ്റാരുമില്ല. അപ്പോൾ അയ്യപ്പസ്വാമി പറഞ്ഞു, എനിക്ക് ഭക്ഷണം വേണം എന്ന് പറഞ്ഞു. അമ്മ ഭക്ഷണമെല്ലാം കൊടുത്തു. അപ്പോൾ സന്ധ്യ ആറായി. അപ്പോൾ അമ്മ പറഞ്ഞൊരു കാര്യം ചെയ്യുമോനെ, ഇന്നിവിടെ നിൽക്കണ്ട, രാത്രിയായാൽ ഇവിടെ എരുമേലിയിൽ ആരും നിൽക്കാൻ പാടില്ല. കാര്യം മഹിഷിയുടെ ശല്യം ഭയങ്കരമാണ്, ആണുങ്ങളെല്ലാം മഹിഷി പിടിച്ച് കൊല്ലും. അതുകൊണ്ട് മണിമല 6 കടന്ന് അക്കരെ പോകണം, പോയിട്ട് രാവിലെ വന്നാൽ മതി എന്ന് പറഞ്ഞില്ല. അമ്മ പേടിക്കണ്ട, എനിക്ക് പ്രശ്നമില്ല, ഞാനിവിടെ വരാന്തയിൽ കിടന്നോളാം എന്ന് പറഞ്ഞ് അന്ന് രാത്രിയാണ് മഹിഷി മർദ്ദനം നടക്കുന്നത്. അപ്പോൾ മഹിഷി മർദ്ദനം നടക്കുന്ന സമയത്ത് 33 കോടി ദേവതമാരും അവിടെ സാന്നിധ്യം കൊണ്ടിരുന്നു എന്നാണ്. അപ്പോൾ അതിൽ സാക്ഷാൽ പരമശിവൻ വന്ന് അദ്ദേഹത്തിൻ്റെ വൃഷഭ വാഹനം, അതായത് കാളയെ കെട്ടിയ സ്ഥലമാണ് കാളകെട്ടി എന്ന് പറയുന്നത് ഇന്ന് എരുമേലി വഴിയുള്ള ശബരിമല യാത്രയിലെ ആദ്യ കോട്ട. അപ്പോൾ അന്ന് ആ മഹിഷി മർദ്ദന സമയത്ത് സാക്ഷാൽ ശ്രീ പരമേശ്വരനാണ്
അദ്ദേഹത്തിൻ്റെ ഈ ശബരിമല അയ്യപ്പന് ഉടവാൾ നൽകി, മഹിഷി മർദ്ദനായത്തിനായ ഉടവാൾ നൽകി. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭൂതഗണമായ വാപുരനെ സ്വാമി അയ്യപ്പന് ഏറ്റവും വലിയ സൈന്യാധിപനായി നൽകി. ആ മഹിഷി മർദ്ദനം കഴിഞ്ഞ് ആ രക്തം പുരണ്ട വാൾ കഴുകിയ ഒരു കുളം, രുധിരക്കുളം എന്ന് പറഞ്ഞ് ഇന്നും എരുമേലിയിലുണ്ട്. ആ രുധിരക്കുളം എന്ന് പേര് വന്നത് തന്നെ ഈ വാൾ അവിടെ കഴുകിയുകൊണ്ടാണ്. ആ വാൾ എന്നിട്ട് തൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഈ പുത്തൻ വീട്ടിലെ അമ്മയെ ഏൽപ്പിച്ചു. ഇന്നും ആ വാൾ അവിടെ സുരക്ഷിതമായി സൂക്ഷിക്കപ്പെടുന്നുണ്ട്. ഇന്ന് അയ്യപ്പസ്വാമിയുടെ കരസ്പർശനമേറ്റ എന്തെങ്കിലും ഒരു വസ്തു ഈ ലോകത്തുണ്ടെങ്കിൽ അത് ഈ വാൾ മാത്രമാണ്. ശബരിമലയിൽ പോലും അയ്യപ്പസ്വാമിയുടെ കരസ്പർശമേറ്റ ഒരു വസ്തു പോലും ഇന്ന് നിലനിൽക്കുന്നില്ല. അങ്ങനെ അത്രയും പ്രാധാന്യമുള്ള ആ വാപുരസ്വാമി ഏതോ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 1950 കാലഘട്ടത്തിൽ ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തെ ചില കിരാതന്മാർ ചേർന്ന് തീവച്ച് നശിപ്പിച്ച് വിഗ്രഹം തച്ചുടിച്ച സമയത്താണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അതിന് മുമ്പ് ഈ ശബരിമലയിൽ അയ്യപ്പസ്വാമി ജീവസമാധി കൊണ്ട മണിമണ്ഡപമുണ്ട്. ആ മണിമണ്ഡപത്തിനടുത്ത് ഈ വാപുരസ്വാമിക്കൊരു ക്ഷേത്രമുണ്ടായിരുന്നു. അത് ചരിത്രത്തിലുണ്ട്. പഴയ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആ ചുരുളുകളിലുണ്ട്. അവിടെ പൂജ നടത്തിയതും അവിടെ പുനരുദ്ധാരണം ചെയ്തതും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ ക്ഷേത്രം നശിപ്പിക്കപ്പെട്ടു. അതിനുശേഷമാണ് 18-ാം പടിക്ക് കീഴിൽ ഇന്ന് നാം പറയുന്ന വാവരെന്ന് പറയുന്നൊരു സങ്കല്പം അവതരിക്കുന്നത്. അത് ചില കുബുദ്ധികൾ ചേർന്ന് അതിനെ ആ യഥാർത്ഥ രൂപത്തിനെ മറ്റൊരു രൂപമാക്കി മാറ്റി. അത് ഇപ്പം നമുക്കറിയാമല്ലോ, ഒരു ചരിത്രത്തെ വളച്ചൊടിക്കുന്നു. ഇപ്പോൾ ഏറ്റവും പുതുതായി വന്ന ചരിത്രം എന്താണ്? ഇപ്പോൾ പലരും പറയുന്നത് എന്താ, ഇവിടെ അർത്തുങ്കൽ പള്ളിയിൽ അവിടെ വെളുത്തച്ഛൻ എന്ന് പറയുന്ന ആ സങ്കല്പം അയ്യപ്പനുമായിട്ട് ബന്ധമുണ്ടെന്ന്. വെളുത്ത എന്ന് പറയുന്നൊരു വ്യക്തി അയ്യപ്പസ്വാമി ചീരപ്പൻ കളരിയിൽ ആയുധാഭ്യാസം പഠിച്ചിരുന്ന കാലത്ത് അവിടെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് വെളുത്ത. ആ വെളുത്തയാണ് വെളുത്തച്ഛനാക്കി. ഇന്നിപ്പോഴും ശബരിമലയിൽ പോകുന്ന പല ആൾക്കാരും തിരിച്ചു പോയി മാല ഊരുന്നത് അർത്തുങ്കൽ പള്ളിയിലാണ്. അത് ആചാരമാണോ? അനാചാരമല്ലേ? അപ്പൊ ഇതുപോലെ ആയത് ഒരു ആചാരമായി മാറിയതാണ് വാവരും. നാളെ ഈ വെളുത്തച്ഛനെ നമ്മൾ ഇപ്പോഴേ നമ്മൾ പ്രതിരോധിച്ചില്ലെങ്കിൽ നാളെ ഇതും ഇതിൻ്റെ ഭാഗമായി മാറും. വേണമെങ്കിൽ ദേവസ്വം ബോർഡ് വാവർക്ക് വലതുവശത്ത് സ്ഥാനം കൊടുത്തതുപോലെ ഇടതുവശത്ത് വെളുത്തച്ഛന് വേണമെങ്കിൽ 18-ാം പടിക്ക് താഴെ നാളെ സ്ഥാനം കൊടുത്തുകൂടാകുകയില്ല. കാരണം ഈ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് അവിശ്വാസികളാണ്, അവർ നിരീശ്വരവാദികളാണ്, അവർ ഹിന്ദുക്കൾക്കെതിരാണ്, ഹൈന്ദവരല്ലാത്തവരാണെന്ന് ദേവസ്വം ബോർഡ് ഭരിക്കുന്നതും ഈ നാട് ഭരിക്കുന്നതും. അപ്പോൾ ഇവർ ഹിന്ദുക്കളെ ഏതെല്ലാം രീതിയിൽ ബുദ്ധിമുട്ടിക്കാം, ഹിന്ദുക്കൾക്ക് എന്തെല്ലാം രീതിയിൽ ദോഷങ്ങൾ വരുത്താം എന്ന് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചത് പ്രാവർത്തികമാക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈശ്വര വിശ്വാസമാണ് അവരുടെ ഏറ്റവും പ്രധാനം. ഈശ്വര വിശ്വാസികളാണ് യഥാർത്ഥ ഹിന്ദുക്കൾ. ആ ഈശ്വര വിശ്വാസികളായ ആൾക്കാർ ശബരിമല എന്ന് പറയുന്ന ആ മഹത്തായ സ്ഥാനം, അത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബദ്രിനാഥ് എങ്ങനെയാണോ ഭാരതത്തിൻ്റെ ഭരദേവതയായത്, അതുപോലെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ സൗത്ത് ഇന്ത്യയുടെ ഭരദേവതയാണ് സാക്ഷാൽ അയ്യപ്പസ്വാമി. അത്രയും പ്രാധാന്യമുള്ള ഒരു ലോകത്ത് ഒരു സീസണിൽ ഇത്രയും ആൾക്കാർ ഒന്നിച്ചെത്തുന്ന, ഈ മണ്ഡലകാലത്താണ് ഇത്രയും ആൾക്കാർ ഒന്നിച്ചെത്തുന്ന ഒരു സ്ഥലം ശബരിമലയല്ലാതെ മറ്റൊന്നുമില്ല. ഇത്രയും വരുമാനം വരുന്നു. ഈ വരുമാനത്തിൽ മാത്രമാണ് ദേവസ്വം ബോർഡിൻ്റെ കണ്ണെന്ന് ആലോചിക്കണം. അപ്പോൾ ഈ കഴിഞ്ഞ പല ദേവപ്രശ്നങ്ങളിലും ഇപ്പോൾ നമ്മുടെ ഈ എരുമേലിയിൽ ദേവപ്രശ്നം വെച്ച ശ്രീ പത്മനാഭ ശർമ്മ തന്നെ ശബരിമലയിൽ ദേവപ്രശ്നം വെച്ചിട്ടുണ്ട്. ആ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് പോകേണ്ടതുണ്ട്. ഇപ്പോൾ ജ്യോതിഷ പണ്ഡിതൻ ഗുരുവായൂർ മറ്റം ജയകൃഷ്ണൻ പണിക്കർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജയകൃഷ്ണൻ പണിക്കർ, അങ്ങുണ്ടായിരുന്നു ഈ ദൈവജ്ഞരുടെ കൂട്ടത്തിൽ. ജ്യോതിഷ പണ്ഡിതൻ ഇരിങ്ങാലക്കുട പത്മനാഭ ശർമ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ അഷ്ടമംഗല ദേവപ്രശ്ന ചിന്തയിലാണല്ലോ ഈ പുതിയ ക്ഷേത്രം ഇവിടെ പണിത് വാപുരസ്വാമിയെ പുനഃപ്രതിഷ്ഠിക്കണമെന്ന പ്രശ്നവിധി നമ്മൾ കണ്ടത്. എന്തെല്ലാമാണ് ദേവപ്രശ്നത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ? നമസ്കാരം. നമ്മൾ ഒരു പുതിയ ക്ഷേത്രം നിർമ്മിക്കുന്നു എന്ന് പറയുന്നിടത്ത് കുറച്ച് വിയോജിപ്പുണ്ട്. കാരണം ഒരു പുതിയ ക്ഷേത്രം പുനഃപ്രതിഷ്ഠയാണ് വേണ്ടത്. ക്ഷേത്രം നമ്മൾ പുനരുദ്ധരിക്കുകയാണ്. പഴയ ക്ഷേത്രം വളരെ കാലങ്ങൾക്ക് മുമ്പ് ചരിത്രത്തിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഒരു ചരിത്രത്തെ നമ്മളിപ്പോൾ ശാസ്ത്രത്തിലൂടെ കണ്ടെത്തി അതിനെ പുനരുദ്ധരിക്കാനുള്ളൊരു സംവിധാനം നമ്മൾ ഒരുക്കുകയാണ്. സത്യത്തിൽ ഈ വാപുരസ്വാമി എന്ന് പറയുന്ന ഈ ഭൂതനാഥൻ, അദ്ദേഹം ഈ അയ്യപ്പസ്വാമിയുടെ
പ്രവർത്തകനായിട്ട് ഈ മഹിഷി മർദ്ദനത്തിന് ഏറ്റവും കൂടുതൽ സഹായിച്ചൊരു വ്യക്തിയാണെന്ന് അന്ന് നമ്മൾ ഈ പ്രശ്നത്തിൻ്റെ ഒരു ഗ്രഹനിലയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അന്ന് ചതുർഗ്രഹ യോഗങ്ങളിൽ കാണിച്ചിരിക്കുന്ന ഒരു പ്രമാണം ധീരവും മിത്ര സഹായവും എന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഒരു സഹായിയാണ് ആയിരുന്നു എന്ന്, ധീരനും സഹായിയുമായിരുന്ന വളരെ ശ്രേഷ്ഠനായിരിക്കുന്ന ഒരാളുടെയും കൂടി സഹായം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആ മഹിഷി മർദ്ദനത്തിന്, അതിൻ്റെ സംഹാരത്തിനായി സഹായിച്ചു എന്നതാണ് ചരിത്രം. അന്ന് ചിങ്ങൻ രാശിയാണ് ഈ സ്ഥാനം. മൃഗേന്ദ്രസ് തുംഗദേശ എന്നുള്ള ഒരു വളരെ ഉയർന്ന പ്രദേശമായിരുന്നു ഇതെന്ന് ചിങ്ങൻ രാശി കൊണ്ട് നമ്മളിന്ന് കണ്ടു. വളരെ വനപ്രദേശമാണ് ഈ ചിങ്ങൻ രാശിയെ കൊണ്ട് നമ്മൾ ചിന്തിക്കുക. അങ്ങനെയൊക്കെയുള്ള ആ ഒരു അവസ്ഥയിൽ അവിടെ വെച്ചുകൊണ്ട് ഈ സഹായമായി നിന്ന സഹായിയായിരുന്ന ഈ ഭൂതത്തെ, അതായത് ശനിയെ കൊണ്ടാണ് നമ്മളന്ന് ആ ഗ്രഹത്തെ ചിന്തിക്കാനിട വന്നത്. ശനിയെ കൊണ്ടാണ് മന്ദസ്തു ഭൂതനാദാനം ശൈവാനം എന്നുള്ള ആ നിയമം നമ്മൾ കൊണ്ടുവന്നത്. ആ അന്നത്തെ രാശിയിലേക്ക് ആരൂഢപതിയായിട്ടുള്ള ചതുർഗ്രഹ യോഗവും അതിനെ സഹായിച്ചു. അപ്പോൾ ആ ധീരസഹായനായിരിക്കുന്ന ഈ ഇദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചതിന് ശേഷമേ തനിക്കൊരു ക്ഷേത്രം നിർമ്മിക്കേണ്ടതുള്ളൂ എന്ന് അന്ന് പന്തള രാജാവിനോട് അദ്ദേഹം അപേക്ഷിച്ചു എന്നാണ് നമ്മൾ കാണുന്ന ചരിത്രം. അത് അന്ന് ആ കാലഘട്ടത്തിൽ, പന്തള രാജാവിൻ്റെ ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഏകദേശം 400 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഈ വാപ്പുരസ്വാമിക്ക് ഒരു ക്ഷേത്രം നിർമ്മിച്ചിരുന്നു. അത് ഈ തലപ്പാറ മല എന്ന് പറയുന്ന ഒരു സ്ഥാനത്തായിരിക്കാനാണ് സാധ്യത. അതാണ് വർഷഗോചരത്തിൽ വടക്ക് കിഴക്ക് ഭാഗം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് എന്ന് കാണാനുണ്ടായത്. ശ്രീ ജയകൃഷ്ണൻ പണിക്കർ, ഞാൻ അങ്ങയിലേക്ക് വരാം. ഇപ്പോൾ പ്രഭാഷകൻ ശരത് എ ഹരിദാസൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശരത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ, ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിലേക്ക് ഇപ്പോൾ പോകേണ്ട ഒരു അവസ്ഥ ഉള്ളത്. ശരത്ത് ചേരുന്നുണ്ട്. ശ്രീ ശരത്ത്, ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് മാത്രമാണ് വാവരസ്വാമി എന്നുള്ള ഒരു പദം നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ആരാധിക്കേണ്ട വാപുരസ്വാമി പുരാണങ്ങളിൽ അടക്കം പരാമർശിക്കപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് വാപുരസ്വാമി നമ്മുടെ ഒരു കേൾവിയിൽ നിന്നും, അല്ലെങ്കിൽ ഒരു വലിയ പ്രചാരം നേടാതെ ഇങ്ങനൊരു കാലത്തിൻ്റെ ചരിത്രത്തിന് പുറത്ത് ഇങ്ങനെ ഒളിഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥ എന്തുകൊണ്ടാണ് ഉണ്ടായത്? നമസ്കാരം. വാസ്തവത്തില് ബാബര എന്നുള്ള ശബ്ദവും അഥവാ ആ മൂർത്തിയും ബാബർ എന്ന് പറയുന്ന കഥാപാത്രവും രണ്ടാണ്. ബാബരൻ ഈ ഭൂതനാഥോപാഖ്യാനം സംസ്കൃതം മൂലമുണ്ട്. അത് നേരത്തെ തമ്പിസാറ് സൂചിപ്പിക്കുകയുണ്ടായി. അതേപോലെ ബഹുമാനപ്പെട്ട ജയകൃഷ്ണപണിക്കർ സൂചിപ്പിക്കുകയുണ്ടായി. ഈ ഭൂതനാഥോപാഖ്യാനം കിളിപ്പാട്ട് ഏകദേശം 400 വർഷത്തിന് മുൻപ് രചിക്കപ്പെട്ടതാണ്. അതിന് കൃത്യമായിട്ടൊരു കർത്താവ് ആരാണെന്നൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അതിന്റെ കിളിപ്പാട്ട് രൂപം 1929 ഈ ആലുവ ഭാഗത്ത് തോട്ടുമുഖം കല്ലറയ്ക്കൽ കൃഷ്ണകർത്താവ് പബ്ലിഷ് ചെയ്തപ്പോഴാണ് ഭഗവാന്റെ ഈ ഐതിഹ്യത്തിനെ കുറിച്ചിട്ട് മലയാളിയുടെ ഒരു ലോക്കൽ ലാംഗ്വേജിൽ ഒരു നിയത രൂപത്തിൽ ഒരു കഥ വരുന്നത്. കാരണം ഈ സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ളതൊന്നും ചിലപ്പോൾ പഴയ കാലത്ത് അത്രയ്ക്ക് പ്രചാരം ഉണ്ടായിരുന്നുണ്ടാവില്ല. അത് ഈ ഭൂതനാഥ സർവസ്വം എഴുതിയിട്ടുള്ള കുറുമുള്ളൂർ നാരായണപിള്ള അദ്ദേഹം പറയുന്നുണ്ട്, പന്തളത്തിന്റെ ഒരു ശാഖയിലുള്ള ഒരു വലിയ തമ്പുരാൻ, നെയ്തലയ്ക്കൽ എന്നൊക്കെയാണ് ആ ശാഖയുടെ പേര്, അവിടുത്തെ വലിയ തമ്പുരാനാണ് ഇത് രചിച്ചത് എന്നൊരു സൂചന അദ്ദേഹത്തിന്റെ ഭൂതനാഥ സർവസ്വത്തിലുണ്ട്. ആ പുസ്തകം അജ്ഞാതകർത്തൃ കാണുന്നുണ്ടെങ്കിലും യാതൊരു കലർപ്പും ഇല്ലാണ്ട് ഒരു 400 കൊല്ലം മുൻപ് എന്തായിരുന്നിരിക്കാം ശബരിമല എന്നുള്ളതിന്റെ ചില ചിത്രങ്ങൾ തരുന്നൊരു ഗ്രന്ഥമാണ്. അതിൽ വ്യക്തമായിട്ട് 3 സ്ഥലത്ത് വാപര സാന്നിധ്യം കാണുന്നുണ്ട്. എങ്ങനെ വാപരനെ കുറിച്ച് പറഞ്ഞ വാപരൻ എന്നും വാപുരൻ എന്നും മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ സ്ഥലം, മഹിഷിയെ വധിച്ചതിന് ശേഷം ബ്രഹ്മാവ് വന്നിട്ട് പറയുന്നുണ്ട് മണികണ്ഠസ്വാമിയുടെ അടുത്ത്, ഈ ശവശരീരത്തിന് ഇങ്ങനെ ഇവിടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അത് വലിയ അപകടമാണ്. അതുകൊണ്ട് അത് ഇരിക്കുന്ന സ്ഥലത്തിനെ കല്ലുകൊണ്ട് മൂടി അതിനെ അടക്കം ചെയ്യണം എന്ന് പറയും. ഭഗവാൻ അത്
അലസാ നദിയുടെ മറുകരയിലേക്ക് ആ ശവശരീരത്തിനെ കാലുകൊണ്ട് ചവിട്ടി എറിഞ്ഞ് കല്ലുകൊണ്ട് മൂടിയതിനു ശേഷം തന്റെ അനുചരനായിട്ടുള്ള വാവരനെ വിളിച്ചിട്ട്, വാവരാ നീ എനിക്ക് പ്രിയപ്പെട്ടവൻ. ആ ശ്ലോകങ്ങളുടെ അർത്ഥം അതാണ്. ഞാൻ ഈ അടുത്ത് ഡൽഹിയില് പുഷ്പവിഹാർ ഉള്ള സാകേത അയ്യപ്പ ക്ഷേത്രത്തില് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഭൂതനാഥോപാഖ്യാനം സംസ്കൃതം മൂലം ബേസ് ചെയ്തിട്ടുള്ള പ്രഭാഷണ പരമ്പര ചെയ്തിരുന്നു. മുമ്പ് ഇവിടെ അധികം പേര് ചെയ്തിട്ടുണ്ടോ അതെന്ന് എനിക്കറിയില്ല. അപ്പോ അതിനു വേണ്ടിയിട്ടുകൂടെ ഞാൻ ഈ വളരെ റീസെന്റ് ടൈംസിൽ വളരെ വിശദമായിട്ട് പഠിച്ചൊരു ഭാഗമാണ് ഈ പറയണത്. അപ്പൊ ഭഗവാന്റെ വാക്യാണ്. ഭഗവാൻ പറയണ നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. മഹിഷിയെ വധിച്ചതിന് ശേഷം ഈ പ്രദേശത്ത് പാരിസ്ഥിതികമായിട്ടും അതേപോലെ തന്നെ അന്തരീക്ഷത്തിലും ഒക്കെ അനവധി കുഴപ്പങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഭൂതങ്ങളുടെ ഇളക്കുണ്ടാവും. നാളെ ഒരു കാലത്ത് എന്റെ ഭക്തർ ഈ വഴിക്ക് വരേണ്ടതാണ്. അതുകൊണ്ട് നീ ഇന്ന് തന്നെ ഇവിടെ തൊട്ട് താമസിക്കുക. ഈ സ്ഥലത്ത് താമസിച്ച് ഭൂതവൃന്ദങ്ങളോട് കൂടിയിട്ട് ഈ സ്ഥലത്തെ സംരക്ഷിച്ച് കാത്തുരക്ഷിക്കുകയും ശബരിമലയിൽ നാളെ എനിക്കൊരു ക്ഷേത്രം വരും. ആ ക്ഷേത്രം വരുമ്പോൾ അതിൽ തൊഴാൻ വരുന്നവരെ നീ ഈ മാർഗത്തിൽ സംരക്ഷിച്ചു കൊള്ളണം എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ മഹിഷിയെ വധിച്ച ഈ പ്രദേശത്തിന് മഹിഷീമാരികം എന്ന പേര് വരും. അതായത് ഇന്നത്തെ എരുമേലി, അതിന്റെ ഭാഷയാണ് എരുമേലി എന്നുള്ളത്. മഹിഷീമാരികത്തിൽ ഇരിക്കുന്ന നിന്നെ തൊഴാതെ എന്നെ തൊഴാൻ വന്നാൽ അത് വിഫലം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പറയും, ഞാൻ പുലികളെയും കൊണ്ട് പന്തളത്ത് പോയിട്ട് തിരിച്ചു വരണത് വരെ നീ ഇവിടെ ഇരിക്കണം. കാലക്രമേണ നിനക്കിവിടെ ക്ഷേത്രം വരും എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പുലികളെയും കൊണ്ട് പുലിപ്പാല് കൊട്ടാരത്തിൽ കൊടുക്കാനായിട്ട് പോകുന്നുണ്ട്. ഇനി അതിനുശേഷം ശബരിമല ക്ഷേത്രത്തിന്റെ യാത്രാവിധി പറയുന്ന സ്ഥലത്ത് ക്ഷേത്ര നിർമ്മാണത്തിനെ കുറിച്ച് പറയുന്ന ഭാഗം വരുമ്പോൾ രാജശേഖര പാണ്ഡ്യന്, അതായത് പന്തള രാജാവിന് വിസ്തരിച്ച് ഭഗവാൻ ഭൂതനാഥ ഗീത എന്നും പറഞ്ഞിട്ടൊരു ഉപദേശം കൊടുക്കും. അതില് ബ്രഹ്മജ്ഞാനാണ് വരണത് മുഴുവൻ. ആ ഭാഗത്ത് വളരെ വിശേഷമായിട്ട് പറയുന്നുണ്ട്, വാവരൻ എനിക്ക് തുല്യം എന്നാ പറഞ്ഞിട്ടുള്ളത്. വാവരൻ, എനിക്ക് അവരെന്ന് വേണമെങ്കിൽ എടുക്കാം. സംസ്കൃതത്തില് അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ പറയാ, നമ്മുടെ ഒരു ഭക്തിയുടെ കണ്ണിൽ പറയാ, എനിക്ക് തുല്യം അവൻ എന്ന് പറയണു. എന്നിട്ട് പറയാ, എന്റെ ക്ഷേത്രം പണിയുന്നതിന് മുൻപ് അവന്റെ ക്ഷേത്രം മഹിഷിമാരികത്തിൽ പണിതിട്ടേ എന്റെ ക്ഷേത്രത്തിന് ഒരു കല്ലെങ്കിലും ഇടാൻ പറ്റുള്ളൂ. അപ്പൊ അത്ര പ്രാധാന്യം വാവരന് കൊടുത്തിട്ടുണ്ട്. ആ വാവരസ്വാമിക്കുള്ള ക്ഷേത്രം പണിത് അവനും ഭൂതവൃന്ദങ്ങൾക്കും വേണ്ട ബലികർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രം തപതികളെയും കൂട്ടിയിട്ട് കരിമല നീലിമല കയറി ശബരിമലയിൽ എത്തിയിട്ട് എനിക്കുള്ള ക്ഷേത്രത്തിനുള്ള കുറ്റിയടിക്കാൻ പാടുള്ളൂ. ഞാൻ അസ്ത്രം എഴുതിട്ട് സ്ഥാനം കാണിച്ചു തന്ന സ്ഥാനത്ത് നിന്ന് ഭഗവാൻ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ ഭഗവാന്റെ വാക്യമുണ്ട്. രണ്ടാമത്തെ വാക്യം. മൂന്നാമത്തെ വാക്യം, ഭഗവാനെ ഈ രാജശേഖര പാണ്ഡ്യൻ ക്ഷേത്രം പണിയാനായിട്ട് പുറപ്പെട്ട് അനവധി പൂജകളൊക്കെ ചെയ്ത്, ഗണപതിക്ക് പൂജയൊക്കെ ചെയ്ത് അതൊക്കെ ചെയ്ത് അങ്ങനെ എരുമേലിയിൽ എത്തിയിട്ട് അവിടെ സ്ഥപതികളോട് കൂടിയിട്ട് തമ്പടിച്ച് വാപുരനൊരു ക്ഷേത്രം പണിതു. ആ ക്ഷേത്രത്തിൽ വില്ലും അമ്പും കുത്തിപ്പിടിച്ചു നിൽക്കുന്ന രൂപത്തിൽ വാപുരനെ പ്രതിഷ്ഠിച്ചു എന്നൊരു വരി കൂടെ അതിൽ കാണാം. അംഗരക്ഷക ഭാവത്തിലാണ്. അങ്ങനെ കുത്തിപ്പിടിച്ചിട്ടുള്ള ആ രൂപത്തിനെ പ്രതിഷ്ഠിച്ച് യുദ്ധോദ്യുക്തനായിട്ട് നിൽക്കുന്ന, യുദ്ധമൂർത്തിയായിട്ട് നിൽക്കുന്ന വാപുരനെ പ്രതിഷ്ഠിച്ചിട്ട് അദ്ദേഹത്തെ ആരാധിച്ച് അനുഗ്രഹം മേടിച്ചതിന് ശേഷമാണ് ഈ കൽപ്പണിക്കാരെയും ശില്പികളെയും സ്ഥപതിയും ഒക്കെ കൊണ്ട് അദ്ദേഹം കരിമലയും നീലിമലയും കയറിയിട്ട് ശബരിമലയിൽ ഭഗവാന്റെ അസ്ത്രം വീണ സ്ഥലത്ത് പോയിട്ട് ക്ഷേത്ര നിർമ്മാണം തുടങ്ങിയതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ ഇത് എഴുതിയ കാലം എങ്ങനെയാ, എന്റെ വ്യക്തിപരമായിട്ടൊരു അനുമാനമാണ്. ഇതിൽ നാരായണീയത്തിലെ ചില ശ്ലോകങ്ങൾ, അല്ലെങ്കിൽ ഈവൻ ഭട്ടവാതിര് പുന്നത്തൂർ കോവിലകത്ത് കളി നാടകമോ കഥകളിയോ എന്തോ കാണാൻ പോയ സമയത്ത് യദ്വിശ്വം രജനീയവനികം പ്രോദ്ലസത് ഭാനുദീപം എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് ശ്ലോകം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഈ ലോകം ഒരു സ്റ്റേജാണ്, ഇരുട്ടാണ് കർട്ടൻ. നമ്മളൊക്കെ ആക്ടേഴ്സിനാണ്. ഷേക്സ്പിയർ പിൽക്കാലത്ത് പറഞ്ഞത് 17-ാം നൂറ്റാണ്ടിന്റെ അല്ലെങ്കിൽ 16-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലെ ഭട്ടതിരി പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ പറഞ്ഞ ശ്ലോകത്തിന്റെ ഒരു ചെറിയ വ്യത്യാസത്തോട് കൂടിയിട്ട് ഈ ഭൂതനാഥോപാഖ്യാനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഭട്ടതിരിയുടെ കാലത്തിന് ശേഷമാണ്, അപ്പൊ ഒരു 17-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഇത് എഴുതിയിട്ടുള്ളത്. ആ എഴുതുന്ന കാലത്ത് പോലും വാപുരന്റെ ഒരു ക്ഷേത്രം അവിടെ ഉണ്ട്. അല്ലെങ്കിൽ അതിന്റെ കർത്താവ് അതിന്റെ ഒരു പുരാണത്തിൽ ഇത് എഴുതില്ല. അത് എഴുതിയിട്ടുള്ളത് പന്തളത്തെ ഈ നെയ്തലക്കൽ കോവിലത്തെ തമ്പുരാനാണ്. ഞാനിപ്പോ എനിക്ക് ആ വാക്ക് കറക്റ്റ് കിട്ടുന്നില്ല. ഒരു വലിയ തമ്പുരാനാണെന്ന് ഭൂതനാഥ സർവസ്വം. അത്രയും ഭഗവാനെ കുറിച്ച് ഇന്നേവർ ആരെങ്കിലും ഇത്രയും റിസർച്ച് ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് എഴുതിയിട്ടുള്ള ഒരാൾ കുറുമള്ളൂർ നാരായണപിള്ളയാണ്. അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് ടൈം മാഗ്നം ഓപ്പസ് ആണ് ഭൂതനാഥ സർവസ്വം. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഈ 3 ചരിത്രങ്ങളാണ് ഒരു വാപുര ക്ഷേത്രം അവിടെ നിശ്ചയമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ്. ഇനി
തമ്പി സാർ പറഞ്ഞ ഒരു കാര്യത്തിന്റെ ഒരു അഡൻഡമായിട്ട് ഞാൻ പറയാം. 1050 കൊല്ലവർഷത്തില്, അതായത് 1905 ശബരിമല ക്ഷേത്രത്തിൽ ഒരു പുനരുദ്ധാരണം നടന്നിട്ടുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ, നമ്മളറിയണ തീപിടുത്തത്തിന് മുന്നേ ഒരു തവണ തീപിടുത്തം നടന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് മാറ്റാൻ പറ്റാത്തൊരു ചരിത്ര സത്യമാണത്. ആ സമയത്ത് നടന്നപ്പോ വിഗ്രഹം നശിച്ചിട്ടില്ല, പക്ഷെ പുനരുദ്ധാരണം നടന്നിട്ടുണ്ട്. അന്ന് വാവരസ്വാമി നട പുനരുദ്ധരിച്ചിട്ടുണ്ട് എന്നൊരു റെക്കോർഡുണ്ട്. ഈ റെക്കോർഡ് ഭൂതനാഥ സർവസ്വത്തിൽ കുറുമള്ളൂർ പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് എനിക്ക് ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. കാരണം മിനിങ്ങാന്ന് ഞാൻ ദേവപ്രശ്നത്തിന് എനിക്ക് ഭാഗ്യമുണ്ടായി. ഞാൻ അവിടെ ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ എത്തിയത്. ഞാൻ എത്തിയ സമയത്ത് ആ എന്താ പറയാ പ്രശ്നത്തിന്റെ ചർച്ചയിലേക്ക് ഈ ചെറിയ വിഷയങ്ങൾ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. ശുഭലക്ഷണവും കണ്ടു ജേഷ്ഠപ്പടിക്കൽ അദ്ദേഹം ഒക്കെ സന്നിഹിതനായിരുന്നാണ് തമ്പി സാറും. അപ്പൊ വളരെ മനസ്സിന് തൃപ്തി തന്നതാണ്. ഞാൻ ഈ വിഷയം പറഞ്ഞ സമയത്ത് അവര് എല്ലാ ദൈവജ്ഞന്മാരും ഒന്നടങ്കം ശുഭലക്ഷണം പറയും. ആ സമയത്ത് ഒരു മഴ പെയ്യുകയും ചെയ്തു, അതിശക്തമായിട്ടൊരു മഴ പെയ്തു. അപ്പോൾ ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക്, എളിയ രീതിയിൽ ഇത് പഠിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്കത് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമായിരുന്നു. ഇത്രയും ആണ് എനിക്കിതിൽ പറയാനുള്ളത്. ഓക്കെ, അങ്ങ് ഈ ചർച്ചയിലേക്ക് തിരികെ എത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഉദ്ഘാടനമുണ്ട് ഒരു വിളക്കുകുളത്തിൽ, അത് കഴിഞ്ഞ ഉടനെ ഞാൻ തിരിച്ചു വരാം. ഓക്കെ. ജ്യോതിഷ പണ്ഡിതൻ മറ്റും ജയകൃഷ്ണ പണിക്കരിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ശ്രീ ജയകൃഷ്ണ പണിക്കർ, അങ്ങ് പറഞ്ഞ് നിർത്തിയെടുത്തു നിന്നാണ് അദ്ദേഹം ശരത്ത് സംസാരിച്ച് തുടങ്ങിയത്. അതായത് അവിടെ നേരത്തെ തന്നെ അവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു, വാപുരസ്വാമിക്ക് ഒരു ക്ഷേത്രമുണ്ടായിരുന്നു, അത് തകർക്കപ്പെട്ടു. അത് വളരെ കൃത്യമായി ഈ ക്ഷേത്രം അവിടെ നിലനിന്നിരുന്നു എന്നുള്ളത് ചരിത്രരേഖകൾ വെച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ഏതാണ്ട് 400 വർഷം മുമ്പ് രചിക്കപ്പെട്ടത് എന്ന് കരുതുന്ന ഭൂതനാഥ ഉപാഖ്യാനത്തിൽ ഈ പരാമർശമുണ്ട്. അതാണ് അദ്ദേഹം ശരത്ത് ഹരിദാസൻ ചൂണ്ടിക്കാണിച്ചത്. അതിന് ഉപോത്ബലകമായ കാര്യങ്ങളാണ് ദേവ പ്രശ്നത്തിൽ കണ്ടെത്തിയത് എന്ന് പറഞ്ഞല്ലോ. പ്രധാനമായും ഈ ക്ഷേത്രം നിലനിന്നിരുന്ന അതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ് അഷ്ടമംഗല ദേവപ്രശ്നം നടത്തിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവിടുത്തെ ഒരു അനുഭവം താങ്കൾ ഒന്ന് പങ്കുവെക്കാമോ? ഈ ക്ഷേത്രം നശിച്ച സ്ഥലം എന്ന് പറയുന്നത് ഈ തലപ്പാറക്കുന്ന് മല എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അതിൻ്റെ പൂർണ്ണമായിരിക്കുന്ന സ്ഥലം ഇന്ന് നാശോന്മുഖമായി എന്ന ഇന്നത്തെ ഗ്രഹസ്ഥിതി. അതായത് ജ്യോതിഷത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ മനസ്സിലാക്കണം. കാരണം ചിങ്ങം രാശിക്ക് 2ലും 12ലും പാപഗ്രഹം വരികയും അവിടെ ഒരു ശുഭഗ്രഹങ്ങളുടെ യോഗദൃഷ്ട്യാദികളില്ലാതെ, അഥവാ ആ രാശിയിലേക്ക് ഒരു ഗ്രഹങ്ങളുടെയും യോഗദൃഷ്ട്യാദികളില്ലാതെ ഒരു രാശി ജനിക്കാനിട വന്നാൽ ആ സങ്കേതം പൂർണ്ണമായിട്ടും വിജനേ പ്രസൂയതേ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ വിലഗ്ധചന്ദ്രോ ശുഭദൃഷ്ടിഹീന വശോഭന വ്യോമചരന്തരസ്ഥോ വിനാശമേതി പ്രപദസ്യ ഗർഭ വദന്തി സർവേ യുഗബൽ പൃഥഗ്വ എന്ന ഈ നിയമത്തിൽ ഒരു ഗർഭത്തിൽ ധരിച്ചതായിരിക്കുന്ന കുഞ്ഞിനോടുകൂടി ഒരമ്മ എങ്ങനെ ഇല്ലാതാകുന്നുവോ അതേ പ്രകാരം ആ പ്രദേശം, ആ സ്ഥാനം ഇന്ന് ശൂന്യമാണ് എന്ന് 2ലും 12ലും പാപഗ്രഹത്തിൻ്റെ ബന്ധം കൊണ്ടും ആരൂഢപതിയുടെ ആധോമുഖ്യം കൊണ്ടും, അധോമുഖരാശിയിൽ ആരൂഢപതി കയറി നിൽക്കുന്നു എന്ന ഒരു ഗ്രഹനില കൊണ്ടും, ആരൂഢപതി ഈ വർഷപ്രകാരം ആരൂഢപതി ദുഷ്ടനായി കാണിച്ചത് കൊണ്ടും ആ സ്ഥാനം പൂർണ്ണമായും ഇന്ന് നശിച്ചിരിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായി ശാസ്ത്രം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത് ജ്യോതിഷം അറിയുന്ന ആൾക്കാർക്ക് അത് എല്ലാ ജ്യോതിഷികളും, പ്രത്യേകിച്ച് ശർമാജി പോലുള്ള ആൾക്കാരുടെ അദ്ദേഹത്തിൻ്റെയൊക്കെ സസൂക്ഷ്മമായ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ആ സങ്കേതം ഇന്നില്ല. ആ സങ്കേതത്തിൻ്റെ പാർശ്വഭാഗത്തിൽ അതിനോട് ബന്ധപ്പെട്ട സ്ഥലത്ത് തന്നെയാണ് ഇന്ന് അതിനെപ്പോലുള്ളൊരു ക്ഷേത്രം പുനരുദ്ധരിക്കേണ്ടതുണ്ട് എന്ന് കാണിക്കാൻ ഒരു നിയമം വേണമല്ലോ. ആ നിയമമില്ലാതെ നമുക്ക് ഒന്നും പറഞ്ഞോട്ടെ. ജ്യോതിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം ശാസ്ത്ര ദൃഷ്ടം അനുമാനം അപ്തവചനം ച പ്രമാണസിദ്ധിത്വാത് ത്രിവിധം പ്രമാണമിഷ്ടം പ്രമേയസിദ്ധി പ്രമാണാദി. ദൃഷ്ടം ഒന്നെങ്കിൽ ദൃഷ്ടമായിരിക്കണം, അല്ലെങ്കിൽ അനുമാനമായിരിക്കണം, അല്ലെങ്കിൽ ദൃഷ്ടപ്രമാണമോ അനുമാനപ്രമാണമോ ഇല്ലെങ്കിൽ നമുക്ക് ആപ്തപ്രമാണത്തെ സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ ആപ്തപ്രമാണത്തെ സ്വീകരിക്കുന്ന സന്ദർഭത്തിലാണ് ആരൂഢപതി ഉച്ചത്തിലേക്ക് പോവുകയും ആരൂഢം ഊർധ്വമുഖ രാശിയായി ജനിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് ആരൂഢസ്യോർധ്വവക്തൃത്വം തദീശോച്ഛാലഭിലാഷിതം സ്ഥാനോത്കൃഷ്ടായ എന്നുള്ള ആ നിയമം
പൂർണ്ണമായിട്ടും ഉത്കൃഷ്ടമായ ഒരു സ്ഥാനം ഇവിടെ ജനിക്കേണ്ടതുണ്ട് എന്ന്. പൂർണ്ണമായിട്ടും അങ്ങനെ ഒരു ക്ഷേത്രം അവിടെ ഉണ്ടാകുമെന്ന് പറയാൻ അന്നത്തെ ഗ്രഹനില സ്വർണത്തിൻ്റെ സ്വർണപ്രശ്നം എന്നാണല്ലോ അഷ്ടമംഗല പ്രശ്നത്തെ പറയുക. അതിലിരിക്കുന്ന സ്വർണം മലർന്നിട്ടും രാശി ഊർധ്വമുഖത്വവും ശീർഷോദയവും വേലിയേറ്റവും ഇങ്ങനെ വരുമ്പോൾ ഊർധ്വാസ്യേ കോതയേ ലഗ്നെ ജലവൃദ്ധിയുദേവിവ കണ്ടകഷ്ടമപുത്രസ്ഥാഹ ശുഭാഹ ക്ഷേത്രസ്യ വൃദ്ധിത. ഇത് ഈ ജ്യോതിശാസ്ത്രത്തിൽ ആർഷ്യമായ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള പ്രമാണങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും അത് പുനരുദ്ധരിക്കേണ്ടതാണ് എന്നത് വ്യക്തമായി പ്രശ്നഗ്രഹനില കണ്ടതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രം അവിടെ വീണ്ടും വരണം. അത് യഥാർത്ഥ സ്ഥാനത്ത് നമുക്കൊരു പക്ഷേ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിന് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും അതിൻ്റെ പാർശ്വഭാഗമായി അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ സ്ഥലം അതിനനുയോജ്യമാണ് എന്ന് ഈ പ്രശ്നാരൂഢം സ്ഥിരരാശി ലഗ്നമായിട്ട് ആ സ്ഥിരരാശിയുടെ 4ലും 10ലും ഗ്രഹങ്ങളില്ലാതെ അത് പ്രത്യേകിച്ച് 10ൽ വ്യാഴം നിൽക്കുന്നു. അപ്പോൾ അവിടെ മന്ദിരം വേണം. ഗുരുകർമ്മകേ മന്ദിരം ചിത്രശാലം എന്ന നിയമമൊക്കെ അടിസ്ഥാനപ്പെടുത്തി പൂർണ്ണമായിട്ടും അവിടെ ക്ഷേത്രം നിർമ്മിക്കണം. അതാണ് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. ചങ്ങനാശ്ശേരി മഹല്ല് കമ്മിറ്റി ചെയർമാൻ MS നൗഷാദ് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ നൗഷാദ്, ഞാൻ നേരത്തെ പറഞ്ഞത് അങ്ങ് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. നേരത്തെ തന്നെ വാവരും അയ്യപ്പസ്വാമിയും തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കാവുന്ന ഒരു രേഖയും നിലവിലില്ല എന്ന് ഹൈന്ദവ സംഘടനകൾ ഒരു നിലപാട് മുന്നോട്ട് വച്ചിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ ഒരു ദേവപ്രശ്നം വച്ചിരുന്നു. ആ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത് വാപുരസ്വാമിയെ അവിടെ പുനഃപ്രതിഷ്ഠിക്കണമെന്നുള്ളതാണ്. നേരത്തെ അവിടെ ഒരു ക്ഷേത്രം വാപുരസ്വാമിക്ക് ഉണ്ടായിരുന്നു. ചില ഹിന്ദു മതഗ്രന്ഥങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് 400 വർഷം മുമ്പ് രചിക്കപ്പെട്ട ആ ഗ്രന്ഥത്തിലെ ചില കാര്യങ്ങളാണ് മറ്റം ജയകൃഷ്ണൻ പണിക്കർ നമ്മോടിപ്പോൾ സൂചിപ്പിച്ചത്, അതുപോലെ ശരത്ത് സൂചിപ്പിച്ചത് ആ കാര്യങ്ങളാണ്. എങ്ങനെയാണ് മഹല്ല് കമ്മിറ്റി ഈ വിഷയത്തെ സമീപിക്കുന്നത്? നമസ്കാരം. ഞാൻ കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ഈ ബാബുരസ്വാമി വിഷയത്തിനകത്ത് മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസത്തിനോ യാതൊരു പങ്കുമില്ല എന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. അയ്യപ്പനും ബാബരും ഒരു സുഹൃത്ത് ബന്ധം എന്നതിലപ്പുറം കേരളത്തിന്റെ ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒരു പ്രതീകമായി ആണ് കാണുന്നത്. ആ മതസൗഹാർദ്ദം തകർക്കുന്ന രീതിയിലോ അതല്ലെങ്കിൽ അതിനൊരു ഭംഗം വരുന്ന രീതിയിലോ മുസ്ലിം സമുദായത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നങ്ങൾ ഇന്ന് വരെ ഉണ്ടായിട്ടുമില്ല. അതാണ് യാഥാർത്ഥ്യം. ഇവിടെ ദേവപ്രശ്ന പ്രകാരം എന്ന് പറയുകയുണ്ടായി. നമ്മള് ഈ ബാബറുടെ പിൻഗാമികൾക്ക് അവിടെ അവകാശങ്ങൾ കൊടുക്കുകയും അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കുകയും ചെയ്തത് ഒരു ദേവപ്രശ്നത്തിന്റെ ഭാഗമായിട്ടാണ്. ഒരു കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കുക, ഹൈന്ദവ വിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദേവപ്രശ്നം. ആ വിശ്വാസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ആ ദേവപ്രശ്നത്തെ ഇന്നത്തെ തലമുറ എന്ന് പറയാൻ കഴിയില്ല, ഇന്നത്തെ ചില ഹിന്ദു വർഗീയവാദികൾ അതിനെ വളച്ചൊടിച്ചുകൊണ്ട് ആ വിശ്വാസത്തിന്റെ മഹനീയതയും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് കണ്ടുവരുന്നത്. ഇവിടെ ബാബർ സ്ഥലത്ത് അമ്പലം ഉണ്ടായിരുന്നോ എന്നുള്ളത് ചർച്ച ചെയ്യുന്നതിന് മുമ്പായി തന്നെ അതൊരു വേദപക്ഷത്തിൽ കൂടെ കണ്ടു എന്ന് പറയുമ്പോൾ 992 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട കാലം മുതൽ ഇന്ത്യയിലെ പല മുസ്ലിം പള്ളികളും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും നമ്മളൊക്കെ വളരെ അഭിമാനത്തോടു കൂടി കാണുന്ന പല സ്മാരകങ്ങളുമൊക്കെ ഇതുപോലെ ദേവപ്രശ്നത്തിന്റെ പേരിൽ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കേരളത്തിൽ ഈ ദേവപ്രശ്നത്തിന്റെ പേരിൽ നടക്കുന്ന ആദ്യത്തെ സംഭവമായി നൗഷാദ്, അതിൽ ഒരു ഇടപെടൽ അനിവാര്യമാണ്. ശ്രീ നൗഷാദ്, അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് അനുസരിച്ചുള്ള കാര്യങ്ങളാണ്. ഏറ്റവും ഒടുവിൽ സംഭാൽ വിഷയം തന്നെ എടുക്കുകയാണെങ്കിൽ ആർക്കിയോളജിക്കൽ സർവേ റിപ്പോർട്ട് അനുസരിച്ച് അത് കോടതി നിർദ്ദേശപ്രകാരമാണ് അവിടെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. വളരെ കൃത്യമായി ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തമസ്കരിക്കപ്പെട്ട ചരിത്രരേഖകൾ
പൊക്കിക്കൊണ്ടുവന്ന് ഇത്തരത്തിൽ നിയമപ്രശ്നങ്ങളിലൂടെ കടന്ന് കോടതി വഴിയാണ് ഇത്തരത്തിലുള്ള സങ്കീർണതകളെ ഹൈന്ദവ സമൂഹം മറികടക്കുന്നത്. നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ താങ്കൾ പറഞ്ഞു, താങ്കൾ പറഞ്ഞതിന്റെ ബാക്കി പറഞ്ഞിട്ട് വേണമല്ലോ. ഞാൻ ആദ്യമേ എന്നെ ഈ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു എനിക്ക് സംസാരിക്കാനുള്ള അവസരം തരണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയോണ്ടാണ് ഞാൻ വന്നത്. ഞാൻ തീർച്ചയായും താങ്കൾക്ക് സംസാരിക്കാം, കാരണം 3/4 മണിക്കൂർ നമ്മുടെ മുന്നിലുണ്ട്. അങ്ങേക്ക് തന്നെയാകും ഏറ്റവും അധികം സമയം തരിക. പറയട്ടെ, ആർക്കിയോളജി വകുപ്പും അല്ലെങ്കിൽ പുരാവസ്തു വകുപ്പും അതല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഇഡിയും എൻഫോഴ്സ്മെന്റും ഉൾപ്പെടെയുള്ള മുഴുവൻ വകുപ്പുകളും നമ്മുടെ ഒരു സംവിധാനത്തിന്റെ കേന്ദ്ര ഭരണത്തിന്റെ കീഴിലാണെന്നുള്ള കാര്യം എനിക്കും താങ്കൾക്കും വളരെ കൃത്യമായി അറിയാം. അതിന്റെ നിയന്ത്രണവും ചരട് വിരിക്കുന്നത് ആരുടെ കയ്യിലാണെന്ന് നമുക്കറിയാം. ഇവിടെ നിങ്ങൾ ഈ കോടതിയുടെ പേര് പറഞ്ഞ് അതല്ലെങ്കിൽ ഈ പുരാവസ്തു വകുപ്പിന്റെ പേര് പറഞ്ഞ് ഓരോ കാര്യങ്ങളും തട്ടിക്കൂട്ടുമ്പോൾ അതിൽ എന്തുമാത്രം യാഥാർത്ഥ്യമുണ്ട് എന്നുള്ള കാര്യം ഈ ഇന്ത്യയിലെ ജനാധിപത്യ ബോധമുള്ള ജനങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഇന്ത്യയിലെ ഹൈന്ദവ എൺപത്തി എന്ന ഹൈന്ദവ സഹോദരങ്ങൾ മുഴുവൻ വർഗീയവാദികളോ ഹിന്ദു രാഷ്ട്രം വേണമെന്ന് ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ രാജ്യത്തിൽ നിന്നും മുസ്ലിങ്ങളുടെ ഉന്മൂലന പേര് മാത്രമാണ് ഈ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അധികാരത്തിന്റെ ധാർഷ്ട്യത്തോടു കൂടി ഈ ഇഡിയെയും അതുപോലെയുള്ള അന്വേഷണ ഏജൻസികളെയും അതുപോലെ തന്നെയുള്ള ഡിപ്പാർട്ട്മെന്റുകളെയോ ഒക്കെ ഭീഷണിപ്പെടുത്തിയോ വരുതിക്ക് നിർത്തിയോ കൊണ്ടും ജനങ്ങളെ അല്ലെങ്കിൽ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ ബുദ്ധിയുള്ള അല്ലെങ്കിൽ ജനാധിപത്യം ബോധമുള്ള ഒരു ഹൈന്ദവ സഹോദരൻ ഈ കാണുന്ന ദേവപ്രശ്നത്തിന്റെ പേരിൽ ഞാനൊരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ. ഈ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് ഒന്ന് ചോദിക്കുകയാണെന്ന് മാത്രം കരുതിയാൽ മതി. പറയൂ, ഞാൻ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി സംസാരിക്കുന്നത്, പറഞ്ഞോളൂ. താങ്കൾ പറഞ്ഞു അയ്യപ്പനും വാവരും തമ്മിലുള്ള സൗഹൃദ ബന്ധത്തെ കുറിച്ചൊക്കെ പറഞ്ഞു, അതുകൊണ്ട് തന്നെയാണ് അവിടെ വാവർ നട ഉണ്ടായത് എന്നെല്ലാം താങ്കൾ പറഞ്ഞു. പക്ഷേ വാവരുടെ പിൻതലമുറയിൽപ്പെട്ട ആരെങ്കിലും ഈ അയ്യപ്പനെ ഒന്ന് ദർശിക്കാൻ വേണ്ടി പോയത് നമ്മുടെ മുന്നിലുണ്ടോ? അങ്ങനെയൊന്നും ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. യാഥാർത്ഥ്യമാണെങ്കിൽ അദ്ദേഹത്തിനൊരു പിൻതലമുറ അവിടെ തന്നെ കാണുമല്ലോ. ആ പിൻതലമുറയിൽപ്പെട്ട ആരെങ്കിലും ശബരിമലയിൽ ചെന്ന് ശബരിമല അയ്യപ്പനെ ദർശിച്ചിട്ടുണ്ടോ? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു ഇസ്ലാം മതവിശ്വാസത്തിനനുസരിച്ചുള്ള സ്ഥലങ്ങളിലേ പോകാറുള്ളൂ. അതിലപ്പുറം ഒരിടത്ത് പോകാറില്ല എന്ന് ഞാൻ ആദ്യമേ നിങ്ങളോട് സൂചിപ്പിച്ചു. അതാ ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ കാലയെ കൂട്ടി തന്നെ അത് പറഞ്ഞു. ഇനി ഇവിടെ പറയേണ്ട കാര്യം അയ്യപ്പന്റെയും ബാബരുടെയും കാര്യങ്ങൾ പറയുമ്പം നമുക്ക് മനസ്സിലാക്കാവുന്ന, നമ്മൾ പഠിച്ചിരിക്കുന്ന, നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഇപ്പോഴാണ് ഏറ്റവും പുതിയ ഒരു ദേവപ്രശ്നം രൂപപ്പെട്ടു വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. എന്തുകൊണ്ട് അവിടെ അയ്യപ്പന്റെ പിൻഗാമികളായ പിൻതലമുറക്കാരായ അല്ലെ കുടുംബക്കാർക്ക് അവിടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും ശബരിമലയിൽ കൊടുത്തു? നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ്. എന്തുകൊണ്ട് കൊടുത്തു? അയ്യപ്പന്റെ മരണശേഷം ബാബര് കൊല്ലപ്പെടുകയാണ് ചെയ്തത്. ബാബര് കൊല്ലപ്പെട്ടു എന്നാണ് നമ്മുടെ ഐതിഹ്യങ്ങൾ പറയുന്നത്. എങ്ങനെ ബാബര് കൊല്ലപ്പെട്ടു? ബാബര് തെറ്റിദ്ധാരണയുടെ പുറത്ത് കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. ബാബര് കൊല്ലപ്പെട്ടതിന് ശേഷം ശബരിമലയിലും പന്തളം രാജകുടുംബത്തിലും ചില അപശകുനങ്ങൾ ഉണ്ടായപ്പോൾ ഇപ്പം നിങ്ങൾ പറയുന്ന യഥാർത്ഥ ദേവപ്രശ്നം വെച്ച് നോക്കിയപ്പോഴത്തേക്കും അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് സംഭവിച്ചതിന്റെ പശ്ചാത്താപമായിട്ടാണ്, അല്ലെ പ്രാചിത്യമായിട്ടാണ് അവിടെ ബാബരുടെ പിൻതലമുറക്കാർക്ക് അവിടെ വരാനും അവിടെ അതിനുള്ള കാര്യങ്ങൾ ചെയ്യാനുമുള്ള കാര്യങ്ങൾ പന്തളം രാജാവ്, ഞാൻ കഴിഞ്ഞ ഇതിനകത്ത് പറഞ്ഞു, ചെമ്പ് പട്ടയത്തിനകത്ത് കൊടുത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. അവിടെ ബാബരുടെ പേരിൽ ഒരു
ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ നിങ്ങൾ പറയുന്നതിനകത്ത് എന്തെങ്കിലും തെളിവ് തരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനോ ഇവിടെ നിങ്ങളെ കൊണ്ട് കഴിയില്ല. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വിജി തമ്പി, ഇത് ഏതെങ്കിലും ഒരു ചരിത്ര വസ്തുതയുടെ അടിസ്ഥാനത്തിലാണോ ബാബുരസ്വാമിക്ക് അവിടെ ക്ഷേത്രമുണ്ടായിരുന്നു എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നത് എന്നാണ് MS നൗഷാദ് ചോദിക്കുന്നത്? അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ എനിക്ക് അഭിപ്രായം പറയേണ്ടി വരും. അദ്ദേഹം പറഞ്ഞു ഈ കേന്ദ്ര ഗവൺമെൻറ് ഈ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനെയും അല്ലെങ്കിൽ EDയെയും അല്ലെങ്കിൽ അതുപോലെ NIA എല്ലാം കൈപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പഴയ സ്മാരകങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് വാരണാസിയിലെ കാശി വിശ്വനാഥ സ്വാമി ക്ഷേത്രം. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ ക്ഷേത്രത്തിനകത്ത് എങ്ങനൊരു പള്ളി വന്നു? എന്തായാലും ക്ഷേത്രം ഉണ്ടാകുന്നതിന് മുമ്പ് പള്ളി ഉണ്ടാവില്ലല്ലോ. അത്രയും പുണ്യപുരാതനമായ ക്ഷേത്രമാണ്. ഔറംഗസീബിൻ്റെ കാലത്ത് ആ ക്ഷേത്രത്തെ പൊളിച്ച് അവിടെ പള്ളി പണിഞ്ഞതാണ്. ആ വിഗ്രഹത്തെ തച്ചുടച്ചതാണ്. അപ്പോൾ അത് ക്ഷേത്രം തന്നെയാണ് എന്ന് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അതിനെ കോടതി അംഗീകരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അയോധ്യയിൽ ബാബരി മസ്ജിദ് എന്ന് പറയുന്നു. അയോധ്യ ക്ഷേത്രത്തെ പൊളിച്ചു മാറ്റി അവിടെ ഒരു മസ്ജിദ് പണിഞ്ഞതാണ്. അതിന് ആർക്കിയോളജിയുടെ തെളിവുകളുണ്ട്. ഈ ഒരു ഇസ്ലാം സഹോദരൻ തന്നെയാണ് അന്ന് ആർക്കിയോളജി അതിന് പ്രധാനമായിട്ട് ശ്രീ KK മുഹമ്മദ്. അദ്ദേഹമാണ് അവിടെ കൃത്യമായിട്ട് അതിന് ഉദ്ഘാടനം ചെയ്ത് അതിനകത്തുനിന്ന് ക്ഷേത്ര അവശിഷ്ടങ്ങൾ കണ്ടെടുത്തത്. അപ്പോൾ അത് കോടതി അംഗീകരിക്കുകയും അങ്ങനെയാണ് ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ആ തർക്ക മന്ദിരം പൊളിച്ചു മാറ്റി അവിടെ ഇന്ന് കാണുന്ന അയോധ്യ ശ്രീരാമസ്വാമി ക്ഷേത്രം നിർമ്മിച്ചത്. അതുപോലെ തന്നെയാണ് കോടതി വിധി അനുസരിച്ച് ഇന്നിപ്പോൾ കാശി വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ തർക്ക മന്ദിരം എന്ന് പറയുന്ന ഈ മസ്ജിദ് അത് പൂട്ടിയിട്ടിരിക്കുകയാണ്, ചുറ്റും വേലി കെട്ടി അടച്ചിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഈ പറഞ്ഞ ഒരു സർക്കാർ കാര്യമല്ല, കോടതിയോട് ഇടപെട്ടിട്ടുള്ള കാര്യമാണ്. ഇനി ഇങ്ങോട്ട് ബാബരിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ചെമ്പ് പട്ടയം എന്ന് പറയുന്നത് വ്യാജമാണെന്ന് കൃത്യമായിട്ട് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. അതിനുള്ള പല രേഖകളുമുണ്ട്. കാരണം പണ്ട് ഈ മോൺസൺ മാവുങ്കൽ എന്ന് പറഞ്ഞ ആൾ ചെമ്പ് പട്ടയം ഉണ്ടാക്കിയതുപോലെ മറ്റൊരു ചെമ്പ് പട്ടയമാണ് ഈ പറഞ്ഞ പന്തള രാജാവ് കൊടുത്തു എന്ന് പറയുന്നത്. ഈ വാവർ എന്ന് പറയുന്നൊരു വ്യക്തി ശബരിമലയുമായി ബന്ധപ്പെടുന്നത് 1950 ശേഷം മാത്രമാണ്. അതിനു മുമ്പ് വാവരൊന്നും സംഭവമില്ല. പിന്നെ ഈ വാവർക്ക് എങ്ങനെ പ്രപഞ്ച പ്രചാരം കിട്ടിയെന്ന് പറഞ്ഞാൽ ശ്രീ MN നമ്പ്യാർ ഒരു നാടകം നടത്തിയിരുന്നു അയ്യപ്പനെ കുറിച്ച് തമിഴിൽ. ആ നാടകത്തിലാണ് ഈ വാവരെന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഉയർത്തിക്കൊണ്ടുവന്നത്. അതിനുശേഷം 1973 എൻ്റെ ഓർമ്മ, ഈ മെരിലാൻഡ് സുബ്രഹ്മണ്യം സ്വാമി അദ്ദേഹം ഒരു സിനിമ എടുത്തു, ശ്രീ അയ്യപ്പൻ. ആ അയ്യപ്പനിലാണ് വാവര ക്യാരക്ടറിനെ വളരെയധികം ബൂസ്റ്റ് ചെയ്ത് തമിഴിലൊരു വലിയ നടനായ ശ്രീ മോഹൻലാലിൻ്റെ ഫാദറിലെ ആയിരുന്ന ബാലാജിയാണ് വേഷം ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെയാണ് ഈ വാവർ എന്ന് പറഞ്ഞ വ്യക്തി ജനങ്ങളിലേക്ക് വന്നത്. പിന്നെ ശ്രീ നൗഷാദ് പറയൂ, ഈ പറഞ്ഞ ഈ എരുമേലിയിൽ വാവര് പള്ളി അവിടെ ഉയർന്നിട്ട് എത്ര കാലമായി? പണ്ട് അവിടെ വെറും ഒരു ഷെഡ് പോലെ കെട്ടി അവിടെ വരുന്നവർക്ക് ഭസ്മം കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇന്നിപ്പോൾ അത് വാവര് പള്ളിയാണെന്ന് നിങ്ങൾ പറയുമോ? അവിടെ നൈനാർ മസ്ജിദ് അല്ലേ അത്? അവിടെ വാങ്കുവിളി നടക്കുന്നില്ലേ? അതിനകത്ത് ഖബറില്ലേ? ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ശബരിമലയ്ക്ക് മണ്ഡലവ്രതം നോക്കുന്ന ഒരു വ്യക്തി ആ മുദ്ര ധരിച്ചു കഴിഞ്ഞാൽ, മാലയ്ക്ക് പറയുന്ന മുദ്രയിൽ നിന്നാണ്, അയ്യപ്പൻ്റെ മുദ്ര ധരിച്ചു കഴിഞ്ഞാൽ ആ ആൾ അയ്യപ്പനായി മാറുകയാണ്. അയാൾ ഭക്തനല്ല. ശബരിമലയിൽ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവിടെ അകത്തിരിക്കുന്ന വിഗ്രഹവും അയ്യപ്പനാണ്, അവിടെ പൂജ ചെയ്യുന്നവരും അയ്യപ്പന്മാരാണ്, അവിടെ പ്രവർത്തിക്കുന്നവരെല്ലാം അയ്യപ്പന്മാരാണ്, അവിടെ ദർശനത്തിനായി എത്തുന്ന ഭക്തന്മാരും അയ്യപ്പന്മാരാണ്. ആ അയ്യപ്പനായി കഴിഞ്ഞാൽ ഈ ശ്രീ ഭൂതനാഥ ഉപാഖ്യാനത്തിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടതെന്ന്. മരണസ്ഥലത്ത് പോകാൻ പാടില്ല, ഒരു പൊലയുള്ള സ്ഥലത്ത് പോകാൻ പാടില്ല, ഒരു പ്രസവം നടന്നിടത്ത് പോകാൻ പാടില്ല. അതുപോലെ ഓരോ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കൃത്യമായി നിർവഹിച്ച് ആ രീതിയിൽ മണ്ഡലവ്രതം അനുഷ്ഠിച്ച് ശബരിമലയിൽ എത്തുമ്പോൾ മാത്രമേ ആ വ്രതത്തിന് പൂർണ്ണത ഉണ്ടാവുള്ളൂ. അപ്പോഴേ ദർശനക്രമം പൂർത്തിയാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അയ്യപ്പന്മാർ ഇങ്ങനെ ഒരു ഖബറിരിക്കുന്ന ഒരു പള്ളിയിൽ കയറി കഴിയുമ്പോൾ അവരുടെ വ്രതം മുടങ്ങുകയാണ്, വ്രതം നശിക്കുകയാണ്. അത് ഹൈന്ദവ വിശ്വാസമാണ്. ഇപ്പോൾ ഹൈന്ദവ വിശ്വാസവും ഇസ്ലാമിക വിശ്വാസവും രണ്ടാണ്. ഞാൻ ഒരിക്കലും ഇസ്ലാമിക വിശ്വാസത്തെ കുറ്റം പറയുന്നില്ല. അവർ പറയുന്നത് കൃത്യമാണ്. അവരാ പള്ളിയിലെ നടയിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരു ദൈവത്തെ ആരാധിക്കാൻ പാടില്ല, അള്ളാഹു മാത്രമാണ് ഈശ്വരൻ എന്ന് ആ പള്ളിയുടെ വെളിയിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. മലയാളത്തിലുണ്ട്, ഈ പറഞ്ഞ പോലെ അറബിലും എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ട് ഇത് വായിക്കാതെ അകത്ത് കയറുന്നു. മാത്രമല്ല അവിടെ ഭസ്മം കൊടുക്കുന്നു. ഞാൻ പലപ്പോഴും ഇതിന് മുമ്പ് ശ്രീ നൗഷാദുള്ള ഒരു ഡിബേറ്റ് തന്നെ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഭസ്മം കൊടുക്കുന്നത് ഇസ്ലാമികമായ ചടങ്ങാണോ? അവിടെ അകത്ത് പോയി നാളികേരം ഉടയ്ക്കുന്നുണ്ട്, അത് ഇസ്ലാമികമായ ചടങ്ങാണോ? ഒരിക്കലുമല്ല.
അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒരു ഇസ്ലാമികമായ പള്ളിക്കകത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? സാമ്പത്തിക വരുമാനമല്ലാതെ മറ്റെന്തെങ്കിലും ഉദ്ദേശം അതിൻ്റെ പിന്നിലുണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ, ഞങ്ങൾ അംഗീകരിക്കാം. നിങ്ങൾ നേരത്തെ ഇവിടുത്തെ നീലിമ ചോദിച്ചതുപോലെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഈ പേരും പറഞ്ഞ് ശബരിമലയിൽ വന്നിരിക്കുന്ന ആൾക്കാർ ഒരാളെങ്കിലും ശ്രീകോവിലിന് മുമ്പിൽ പോയി അയ്യപ്പസ്വാമിയെ ദർശനം നടത്തുന്നുണ്ടോ? ശബരിമലയെ സംബന്ധിച്ചോളം അവിടെ ജാതിമത വർഗഭേദങ്ങളൊന്നുമില്ല. അയ്യപ്പ ഭക്തനാണെങ്കിൽ അവർക്ക് ആർക്കും പോയി ദർശനം നടത്താം. പല മതത്തിൽപ്പെട്ട ആൾക്കാർ അവിടെ നിന്ന് ദർശനം നടത്തുന്നുണ്ട്. ഒരാളെങ്കിലും ഈ വാവരുടെ പ്രതിനിധിയായി ഇവിടെ ഇരിക്കുന്ന ഒരാളെങ്കിലും 18-ാം പടി ചവിട്ടി മോളിൽ പോയി ഭഗവാനെ തൊഴുതിട്ടുണ്ടോ? ചരിത്രത്തിലില്ല. ഞാൻ അവിടെ ഒരുപാട് പേര് ചോദിച്ചോട്ടെ, മേൽശാന്തിമാരോടും അവിടെ തന്ത്രിയോടും എല്ലാം ചോദിച്ചു. അവരാരും ഇത് കണ്ടിട്ടില്ല. ഒരാളും പോയി ദർശനം നടത്തിയിട്ടില്ല. രണ്ടാമതൊരു കാര്യം ഞാൻ പറയാം. ഈ ഇടയ്ക്ക് സമസ്ത ഒരു പ്രസ്താവന ഇറക്കി. അതായത് ശ്രീ മമ്മൂട്ടിയുടെ പേരിൽ ശ്രീ മോഹൻലാൽ ശബരിമലയിൽ ഒരു ഉഷപൂജ നടത്തി. ഈ രോഗം ഭേദമാവാൻ വേണ്ടിയാണ് ഉഷപൂജ നടത്തുന്നത്. ആ ഉഷപൂജ നടത്തിയത് ശ്രീ മമ്മൂട്ടിയുടെ അറിവോടെയാണെങ്കിൽ മമ്മൂട്ടി പ്രായശ്ചിത്തം ചെയ്യണമെന്ന് ആദ്യം എനിക്ക് തോന്നുന്നൊരു ഓ അബ്ദുള്ളയാണ് പറഞ്ഞത്. പക്ഷേ അതിന് സമസ്ത അതിനെ അംഗീകരിച്ചുകൊണ്ട് സമസ്ത പ്രസ്താവന ഇറക്കി. അപ്പം ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ പറയുന്ന ഒരു സ്ഥലത്ത്, അതായത് നേരത്തെ ശ്രീ നൗഷാദ് തന്നെ പറഞ്ഞു ഇസ്ലാമിക വിശ്വാസികൾ മറ്റൊരു ആരാധനാലയത്തിൽ പോകാൻ പാടില്ല എന്ന് ശ്രീ നൗഷാദ് തന്നെ ഇപ്പോൾ പറഞ്ഞു. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വാവര പേരും പറഞ്ഞ് ഒരു ആരാധനാലയത്തിന് മുമ്പിൽ എങ്ങനെ വന്നൊരു ഇസ്ലാമിക വിശ്വാസിക്ക് ഇരിക്കാൻ പറ്റും? ശ്രീ നൗഷാദ് മറുപടി പറയൂ. അല്ല, ഞാൻ പറയട്ടെ. ഞാൻ വേറൊരിടത്ത് പോകരുതല്ല, വിശ്വാസമായിട്ട് പോകരുതെന്ന് പറഞ്ഞുള്ളൂ. ഇനി ഞാൻ പറയുന്നത് ഇപ്പം വിശ്വാസം ഇല്ലാതെയാണോ ശബരിമലയിൽ പോകുന്നത്? നിങ്ങൾ പറയുന്നതിന് കയറി പറയാതെ കാര്യങ്ങൾ പറയട്ടെ. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടോണ്ടിരിക്കില്ലായിരുന്നോ? നിങ്ങൾ ആദ്യം പറഞ്ഞു രേഖ ഇല്ലെന്ന് പറഞ്ഞു. പന്തളൻ രാജാവ് കൊല്ലവർഷം 1884 അതായത് AD 1709 കൊടുത്ത ചെമ്പണ്ണൂർ ചെമ്പ് പട്ടയ പ്രകാരമാണ്. അത് തർക്കമുണ്ടിരിക്കും. 1709 ഈ ക്ഷേത്രത്തിന്റെ അവകാശം പന്തളൻ രാജാവിനല്ല, തിരുവിതാംകൂർ രാജാവിനാണ്. പന്തളൻ രാജാവിന് രേഖ കൊടുക്കാൻ കഴിയില്ല ശ്രീ നൗഷാദ്. 1700 കാലഘട്ടത്തിൽ ഈ ക്ഷേത്രം തിരുവിതാംകൂറിന്റെ കയ്യിലേക്ക് എത്തി. മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിലേക്ക് എത്തി. അപ്പൊ എങ്ങനെ പന്തളൻ രാജാവിന് കൊടുക്കാൻ കഴിയും? ശുദ്ധ അസംബന്ധമാണ് ആ രേഖ, ശുദ്ധ അസംബന്ധമാണ്. അങ്ങനെ രേഖ ഇല്ല. ശ്രീ നൗഷാദ് തുടരൂ. വിജയ് തമ്പി ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു, താങ്കളുടെ പ്രതികരണം. ഞാൻ പറയാം. 968 അതായത് AD 1793 കൊടുത്ത തിരുവടയാള പട്ടയപ്രകാരമാണ് ബാബർ കുടുംബത്തിന് ശബരിമലയിൽ അവകാശം ലഭിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കുക. രാമസുന്ദര കൃഷ്ണൻ 1ാമത്തെ രേഖയിലും പുലിക്കാട് ഖണ്ഡൻ കേരളൻ രണ്ടാമത്തെ രേഖയിലും ഒപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ രേഖകളുടെ പകർപ്പ് നിങ്ങൾക്ക് കാണാം. വിദ്വാൻ കുരുമള്ളൂർ നാരായണപിള്ളയുടെ ശ്രീഭൂതനാഥ സർവസം എന്ന പുസ്തകത്തിലും പൂഞ്ഞാർ രാജവംശ അംഗവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണറുമായ ശ്രീ PR രാമവർമ്മരാജയുടെ ശബരിമല ശ്രീ അയ്യപ്പൻ ഗ്രന്ഥത്തിലും കാണാവുന്നതാണ്. ഈ ഗ്രന്ഥങ്ങളും ചരിത്രങ്ങളും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാതെ തോന്നിയ വാസം പറഞ്ഞിട്ടുണ്ടെന്ന് ഒരു കാര്യവുമില്ല. ഇപ്പൊ ഇവിടെ നടക്കുന്നത് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇസ്ലാമിക വിശ്വാസ പ്രമാണവുമായി ഈ പറയുന്ന ബാബർക്കോ അതുപോലുള്ള അവരുടെ മറ്റു കാര്യങ്ങൾക്കോട്ടെ യാതൊരു ബന്ധവുമില്ല. പിന്നെ എന്തിനു കൊണ്ടുവരുന്നു? ഇവിടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് കാര്യമാണെന്ന് വിജയ് തമ്പി പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. വിജയ് തമ്പി ഒരു സിനിമ സംവിധായകനാണ്. ആ സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന ഒരു സഹനടനോ അല്ലെങ്കിൽ ആ സിനിമയിലെ ടെക്നിക്കലായിട്ട് വരുന്ന ഏതെങ്കിലും ഒരാളോ ആ ആളെ നിയന്ത്രിക്കാനും ആ ആളെ ഇന്ന കാര്യം ചെയ്യാവുള്ളെന്ന് കൽപ്പിക്കാനും കഴിവുള്ള ആളാണ് സംവിധായകൻ. ആ സംവിധായകനാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്. ആ സംവിധായകൻ ഭരിക്കുമ്പോൾ ആ നാട്ടിലുള്ള ആ രാജ്യത്തുള്ള മുഴുവൻ പേരും, മുഴുവൻ സംവിധാനങ്ങളും, മുഴുവൻ ഡിപ്പാർട്ട്മെന്റും, സുപ്രീം കോടതിയുടെ ചില ഭാഗങ്ങൾ ഉൾപ്പെടെ അവരുടെ കയ്യിലാണ് നമ്മുടെ വിഷയത്തിലേക്ക് വരാം പ്ലീസ്. അതൊക്കെ പലവട്ടം പല തലത്തിൽ ചർച്ച നടത്തുന്നതാണ്. നമുക്ക് ബാബുരസ്വാമിയിലേക്ക് മടങ്ങിയെത്താം. ഞാൻ പറയട്ടെ. വിജയ് തമ്പി ഒരു കാര്യം മടത്തോട് പറയുകയാണ്, ഈ പേഴ്സണോട് പറയുകയാണ്. 800 വർഷം ഇന്ത്യ ഭരിച്ചതാണ് മുസ്ലിങ്ങളായ മുഗളന്മാർ.
ഇന്ത്യ ഭരിച്ചെന്ന് പറയരുത്, ഭാരതം ഭരിച്ചെന്ന് പറയരുത്, ഭാരതത്തിന്റെ ചില ഭാഗങ്ങൾ ഭരിച്ചു എന്ന് പറയൂ. ഭാരതം മൊത്തം ഭരിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാ? ഒരു പ്രതിപക്ഷ ബഹുമാനം കാണിക്കണം. അയ്യോ, ഞാൻ പറഞ്ഞ അങ്ങ് പറഞ്ഞതിന് തിരുത്തുന്നേ ഉള്ളൂ. അങ്ങ് തെറ്റ് പറഞ്ഞപ്പോൾ തിരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഞാനത് പറഞ്ഞു കഴിഞ്ഞിട്ട് താങ്കൾക്ക് നിങ്ങൾ പറഞ്ഞ തെറ്റാണെന്ന് പറയാമല്ലോ. അതിന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഈ 800 വർഷം ഭരിച്ചവരാണ് ഇന്ത്യയിലെ നമ്മൾ ഇന്ന് കാണുന്ന സുന്ദരമായ മനോഹരമായ പല സൗധങ്ങളുടെയും സ്മാരകങ്ങളുടെയും പല പരിഷ്കാരങ്ങളുടെയും പല ഗുണങ്ങളുടെയും കാതല്. അത് മനസ്സിലാക്കുന്നില്ല. 6 പ്രാവശ്യം മാപ്പെഴുതി കൊടുത്തു, 16 പ്രാവശ്യം ഷൂ നക്കി കൊടുത്തു. എന്നിട്ട് പോലും ഈ രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്തവരാണ് രാജ്യസ്നേഹം പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്നിട്ട് അവർ ഈ മുസ്ലിങ്ങളെ ആകപ്പാടെ ഇന്ത്യക്കകത്തു നിന്ന് ഒഴിവാക്കുന്ന സംഭവമാണ്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പൊ കാണുന്ന ഈ മതപ്രശ്നം എന്ന് പറയുന്നത്. ദേവപ്രശ്നത്തെയൊക്കെ നമ്മളെല്ലാവരും മാനിക്കുന്നു. ഓരോ സമുദായത്തിന്റെയും ഓരോ ജാതിയുടെയും ഓരോ മതത്തിന്റെയും വിശ്വാസത്തെ ഞങ്ങള് ഒരിക്കലും എതിര് പറയില്ല. വാവരസ്വാമിയുടെ ക്ഷേത്രം അവിടെ പുനഃപ്രതിഷ്ഠ നടത്തിയാൽ മഹല്ല് കമ്മിറ്റി അത് അംഗീകരിക്കുമോ ഇല്ലയോ? ശ്രീ നൗഷാദ്, ചെറിയൊരു ചോദ്യം. ശ്രീ നൗഷാദ്, അങ്ങ് ഇവിടുത്തെ മതേതര സങ്കല്പങ്ങളെ മുഴുവൻ ബഹുമാനിക്കുന്നു എന്നാണല്ലോ പറഞ്ഞത്. ഇത് ഈ ദേവപ്രശ്നം വളരെ കൃത്യമായി ഹൈന്ദവ മതത്തിൽ അധിഷ്ഠിതമാണ്. അങ്ങനെ ഹൈന്ദവ മതത്തെ അങ്ങ് ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ഈ വേദപ്രശ്നം മുൻനിർത്തി വാവരസ്വാമിക്ക് അവിടെ ക്ഷേത്രം പുനഃപ്രതിഷ്ഠിച്ചാൽ, അദ്ദേഹത്തെ അവിടെ പുനഃപ്രതിഷ്ഠിച്ച് അവിടെ ഒരു ക്ഷേത്രം പണിതാൽ മഹല്ല് കമ്മിറ്റിക്ക് അക്കാര്യം അംഗീകരിക്കാൻ കഴിയുമോ? ഞാൻ പറയാം. അതായത് നാളെ ബാബര് സ്വാമിയുടെ ഒരു പ്രതിമ ഉണ്ടാക്കി ഒരു തലയെ കെട്ടും കെട്ടി അല്ലെങ്കിൽ ഒരു പാമ്പിലോ അല്ലെങ്കിൽ ഒരു സാധനത്തെ ചുറ്റി ചന്ദനക്കുറി വിട്ട് അവിടെ വെച്ചാലും ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾക്ക് ആർക്കും ഒന്നും ഒരു പ്രശ്നമല്ല. കേരളത്തിലെ ലോകത്തെ മുസ്ലിങ്ങൾക്ക് അത് പ്രതിഷേധമില്ല. കാരണം മുസ്ലിങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമല്ല ബാബര് സ്വാമി എന്ന് പറയുന്നത്. നിങ്ങൾ എന്തായി പിന്നെയും പറയുന്നത്? ബാബര് സ്വാമി എന്ന് പറയുന്നത് ഇസ്ലാമുമായി ഇസ്ലാമിക വിശ്വാസവുമായി യാതൊരു ബന്ധവുമില്ല. പിന്നെ എന്തിനാ എഴുതി വെച്ചിരിക്കുന്നത്? ശ്രീ MS നൗഷാദ്, അങ്ങ് അവിടെ ശബരിമലയിൽ പോകുന്ന ഭക്തരെ അടക്കം തെറ്റിദ്ധരിപ്പിക്കുന്ന സമീപനം ഇക്കാര്യത്തിൽ കൈക്കൊള്ളുന്നു എന്ന് വളരെ കൃത്യമായി പറയേണ്ടി വരും. അവിടെ ലാ ഇലാഹ ഇല്ലല്ല എന്ന് എഴുതി വെച്ചത് ഇസ്ലാമികമല്ലേ? യാ ഇലാഹ ഇല്ലല്ല എന്ന് പറയുന്നത് ഇസ്ലാമികമല്ലേ? ഞാൻ വിജി തമ്പി പറഞ്ഞ അതിനോട് ഞാൻ മറുപടി അറിയാം. ഈ എരുമേലിയാണെങ്കിലും ലോകത്തിന്റെ ഏത് പള്ളികളിലാണെങ്കിലും ആ പള്ളികളിൽ ഒരു അമുസ്ലിമായ ഒരാൾ കടന്നു വന്നാൽ ഇവിടെ കയറരുത് എന്ന് പറയാൻ ആരും തയ്യാറാകത്തില്ല. ഈ എരുമേലിയിലെ പള്ളിയില് ഈ അയ്യപ്പ ഭക്തന്മാര് കടന്നു ചെല്ലുമ്പോ അവിടെ നിന്നുകൊണ്ട് കമ്മിറ്റിയുടെ പള്ളിയുടെ ഭാരവാഹികളോ അല്ലെങ്കിൽ ആ നാട്ടുകാരോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലെ അംഗങ്ങളോ അവിടെ നിന്നുകൊണ്ട് ഇങ്ങോട്ട് കയറിക്കോ എന്ന് പറഞ്ഞ് കേട്ടുന്നതല്ല. അവര് കാലങ്ങളായി ശ്രീ വിജി തമ്പി സൂചിപ്പിച്ചതുപോലെ അതിനൊരു സാമ്പത്തിക വശമുണ്ട്. മണ്ഡലകാലത്ത് വാവര് പള്ളി എന്നറിയപ്പെടുന്ന ആ പള്ളി പിന്നീടുള്ള എല്ലാ സമയത്തും അറിയപ്പെടുന്നത് നൈനാർ പള്ളി എന്നാണ്. അവിടെ ചന്ദനക്കുട മഹോത്സവത്തിന് ബ്രോഷർ തയ്യാറാക്കുമ്പോൾ വാർത്തകൾ കൊടുക്കുമ്പോൾ പറയുന്നത് നൈനാർ പള്ളി എന്നതാണ്. സമ്മതിക്കത്തില്ല. ജനൻ ടി വി വന്ന് ചർച്ചയ്ക്ക് പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ ബഹുമാനം ചർച്ചയിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങ് പറയുന്ന അസത്യങ്ങളെ മുഴുവൻ ശരിവെക്കലല്ല ഇവിടെ വന്നിരിക്കുന്ന പാനലിസ്റ്റുകളുടെ ചുമതല. ഞാൻ അങ്ങയിലേക്ക് വരാം. ജ്യോതിഷ പണ്ഡിതൻ ഗുരുവായൂർ മറ്റും ജയകൃഷ്ണൻ പണിക്കരിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. ഒരു സെക്കൻഡ് കുറച്ച് സമയം, ഏതാണ്ട് ഒരു അരമണിക്കൂറായി ഞാൻ അങ്ങയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അങ്ങയിലേക്ക് തന്നെ വരാം. ഇപ്പോൾ ജയകൃഷ്ണൻ പണിക്കരിലേക്ക് പോവുകയാണ്. ശ്രീ ജയകൃഷ്ണൻ പണിക്കർ, ഇത് ഈ വാവർ പള്ളി എന്ന് പറയുന്നത് ഒരു സീസണിൽ മാത്രമാണ് വാവർ പള്ളി എന്നറിയപ്പെടുന്നത്. പിന്നീട് അത് അറിയപ്പെടുന്നത് നൈനാർ പള്ളി എന്നാണ്. ചന്ദനക്കുട മഹോത്സവം എല്ലാം വരുമ്പോൾ അവിടെ ഇറക്കുന്ന ബ്രോഷർ വാർത്തകൾ വരുന്നത് എല്ലാം ഈ നൈനാർ പള്ളി എന്ന് പറഞ്ഞാണ്. അവിടെ നിന്ന് ബാങ്ക് വിളി ഉയരുന്നുണ്ട്. അപ്പോൾ ഈ മഹല്ല് കമ്മിറ്റിക്ക് ഈ പള്ളി അംഗീകരിക്കുന്നില്ല, വാവർ പള്ളി ഇസ്ലാമികമല്ല എന്നൊക്കെ പറയുമ്പോൾ അത് ആരെ പറ്റിക്കാനാണ്? ഈ രാഷ്ട്രീയ തലത്തിലുള്ള ഒരു ചർച്ചയാണ്, അതിനോട് നമുക്ക് താല്പര്യമില്ല. അതാദ്യം പറയാം. ഞാൻ ജ്യോതിഷത്വവുമായി ബന്ധപ്പെട്ടതായ വിഷയത്തെ മാത്രം പ്രതിപാദിക്കാനാണ് ഈ വേദിയിൽ ഇരിക്കുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിനോട് എനിക്ക് കുറച്ച് വിയോജിപ്പുണ്ട്.
അദ്ദേഹം പറഞ്ഞത് ഈ ശാസ്ത്രങ്ങൾ, ജ്യോതിശാസ്ത്രം മറ്റുള്ളവരുടെ സൗകര്യത്തിന് വേണ്ടി വളച്ചൊടിച്ച് സൗകര്യപ്രദമാക്കി തീർക്കുന്നു എന്ന ഒരഭിപ്രായം അദ്ദേഹം വെച്ചു. അത് തികച്ചും അക്ഷന്തവ്യമായ ഒരു അപരാധമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ശാസ്ത്രം അങ്ങനെ ഒരാൾക്ക് വേണ്ടിയോ ഒരു വ്യക്തിക്ക് വേണ്ടിയോ പറയുന്ന ഒരു വിഷയമല്ല. ശാസനാൽ ത്രായതീതി ശാസ്ത്രഃ എന്നാണ്. ആർക്ക് വേണമെങ്കിലും ആ ശാസ്ത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ ചോദ്യം ചെയ്യാൻ അടിസ്ഥാനപരമായുള്ള ഒട്ടനവധി ഗ്രന്ഥങ്ങൾ നിരത്തിക്കൊണ്ടാണ്, അതിന് ശാസ്ത്ര ഗ്രന്ഥങ്ങളെ, പ്രമാണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മളൊരു വിഷയം ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വാവരുസ്വാമി എന്ന് പറയുന്ന ഈ സാന്നിധ്യം വാവരാണ് എന്ന് ഞങ്ങൾ, അല്ലെങ്കിൽ വാവർ ഇരിക്കുന്ന സ്ഥാനത്താണ് എന്ന് ഞങ്ങൾ പ്രതിപാദിച്ചിട്ടില്ല. ഈ അങ്ങനെ ഒരു വാവരൻ്റെ ക്ഷേത്രം അവിടെ വരുന്നത് കൊണ്ട് ഈ പള്ളിക്കോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർക്കോ അതിനൊരു പ്രതിഭാഗമായിട്ട് അല്ലെങ്കിൽ അതിനൊരു നിഷേധാത്മകമായിട്ട് കാണേണ്ട ആവശ്യമില്ല. ഈ നമ്മുടെ ഈ ലോകസ്തു ഭവനേ ജനങ്ങൾക്ക്, ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച്, വിശ്വാസം എന്ന് പറഞ്ഞത് യത് സ്വചിത്തസ്ഫുരതി തത്തൻ പരിചിതൻ പ്രതി നിശേഷം ബോധയൻ ഭാവു വിശ്വാസമിതി കഥ്യതേ. അപ്പോൾ ഓരോരുത്തരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ഓരോ കാര്യങ്ങൾ തൻ്റെ ബോധമണ്ഡലത്തിൽ ഉറച്ച വിശ്വാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഓരോന്നും ഓരോ ക്ഷേത്രങ്ങളിലേക്കും പള്ളിയിലേക്കും പോകേണ്ടവർക്ക് പോകാം. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞ എന്താ, ശിഥിലമായ ചരിത്രത്തിൽ നശിച്ചു കിടക്കുന്നതായ ഒരു ക്ഷേത്രത്തെ പുനരുദ്ധരിക്കുക. അത് ഇന്ന് കാണുന്ന പല ക്ഷേത്രങ്ങളും ഒരു കാലഘട്ടത്തിൽ നശിക്കപ്പെട്ടതുമാണ്. അത് കാലത്തിൻ്റെ ഇച്ഛ കൊണ്ട് അത് വീണ്ടും വീണ്ടും ഓരോ കാലത്തിനനുസരിച്ച് അത് പുനരുദ്ധരിക്കപ്പെട്ടതാണ്. അപ്പോൾ അക്കൂട്ടത്തിൽ ഈ നശിക്കപ്പെട്ടതായ ക്ഷേത്രത്തിൻ്റെ ചരിത്രം, അതായത് അങ്ങനെ ഒരു ചരിത്രമില്ല എന്ന് വാദിക്കാൻ മാത്രം ആ സ്ഥലത്തെക്കുറിച്ചോ അതിനെക്കുറിച്ചോ കാണാത്ത വ്യക്തികൾ അതെങ്ങനെയാണ് അങ്ങനെ ഒരു സങ്കേതം അവിടെ നശിച്ചിട്ടില്ല എന്ന് പറയാം? തീർച്ചയായിട്ടും ഈ തലപ്പാറമല എന്ന സ്ഥലത്ത് പൂർണ്ണമായിട്ടും പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വാപുരക്ഷേത്രം നശിച്ചതിൻ്റെതായ അവശിഷ്ടങ്ങൾ കാണാം. പ്രത്യേകിച്ചും അതിനുള്ള പറ്റുന്ന ഗോചരങ്ങൾ പ്രശ്നഗോചരത്തിൽ കണ്ടിട്ടാണ്. അവിടെ ഒരു ജലസ്രോതസ് ഉണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ ഈ മഹിഷി മർദ്ദനം കഴിഞ്ഞതിന് ശേഷം ഈ ഇന്ന് കാണുന്ന പ്രശ്നം വെച്ചതായ സ്ഥലത്തിൻ്റെ നേരെ കിഴക്ക് ഭാഗത്തിലൂടെ ആ കുന്നിന് ചെരുവിലൂടെ ഒരു വഴി തന്നെ പൂർവ്വകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. ഇതൊക്കെ ചരിത്രം തന്നെയല്ലേ. അതിന് അന്നത്തെ കാലത്ത് പേട്ടതുള്ളി വരിക എന്ന് പറയുന്നത് തന്നെ മഹിഷിയെ തണ്ടിലേറ്റി വരുന്നതായ ഒരു ചരിത്രമാണ്. അന്ന് ഈ കൊച്ചമ്പലത്ത് വന്ന്, അതുപോലെ തന്നെ ഈ പുത്തൻ വീട്ടിൽ വന്ന് ഈ പറയുന്നതായ ഈ തലപ്പാറ പറയുന്നതായ ഈ വാവരുസ്വാമിയുടെ സ്ഥലത്ത് വന്ന് അങ്ങനെ പേട്ടതുള്ളി പോരുന്നൊരു ചരിത്രമുണ്ടായിരുന്നു എന്ന് വിശ്വാസത്തെ പൂർണ്ണമായിട്ട് നമുക്ക് തള്ളിക്കളയാനാവില്ല. ശാസ്ത്രത്തോടൊപ്പം തന്നെ അതിനൊപ്പം തന്നെ ഉതകുന്ന വിശ്വാസത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ശാസ്ത്രം പോയത്. അല്ലാണ്ട് ഒരിക്കലും ശാസ്ത്രം മറ്റൊരാൾക്ക് വേണ്ടി വളച്ചൊടിച്ചു അല്ലെങ്കിൽ ഈ സത്യസന്ധമായ ഒരു പ്രശ്നമായിരുന്നില്ല, മറ്റുള്ളവർക്ക് വേണ്ടി നിലകൊണ്ടു എന്നുള്ള വാദത്തോട് തികച്ചും അങ്ങ് ആ വാദം പിൻവലിക്കണം. ഒരിക്കലും ശാസ്ത്രം ഒരാൾക്കും വേണ്ടി പറയുന്നതല്ല. ഈ ശാസ്ത്രത്തെ അങ്ങ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങും ചിന്തിക്കണം. അങ്ങും ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ ഹൈന്ദവ സനാതന ധർമ്മങ്ങളൊക്കെ തന്നെയും ഒരാൾക്ക് മാത്രമുള്ളതല്ല, ആർക്കും പഠിക്കാം. പഠിച്ചു കഴിഞ്ഞാൽ ഒരു ശാസ്ത്രമല്ലേ പറയുന്നത്. അപ്പോൾ ആ ശാസ്ത്രത്തെ നിഷേധിക്കരുത്. നമ്മൾ കണ്ടതൊരു പഴയ നശിച്ചു പോയൊരു സങ്കേതം നേരെയാക്കണം. അതൊരിക്കലും പള്ളിയുടെ അകത്താണെന്നോ അത് പള്ളിയാണെന്നോ ഒരിക്കലും വാദിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് അതിനെക്കുറിച്ചിട്ട് പരിഭ്രമിക്കേണ്ട ആവശ്യം? യെസ്, പ്രഭാഷകൻ ശരത് ഹരിദാസൻ ഒരിക്കൽ കൂടി ചർച്ചയിൽ വന്നിട്ടുണ്ട്. ശ്രീ ശരത്ത്, ഇപ്പോൾ MS നൗഷാദ് ചൂണ്ടിക്കാണിച്ചത്, അദ്ദേഹം ചങ്ങനാശ്ശേരി മഹല്ല് കമ്മിറ്റി ചെയർമാനാണ്, അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ഇത് വാവരും അയ്യപ്പനും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. അതിപ്പോൾ ഇങ്ങനെ വാവരസ്വാമിയെ ഈ ഘട്ടത്തിൽ ഇങ്ങനെ പൊക്കിക്കൊണ്ടുവരുന്നതിൻ്റെ കാരണം മറ്റൊന്നാണ്. ഇപ്പോൾ നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ കാണുന്നത് പോലെയുള്ള ചില പ്രശ്നങ്ങൾ കേരളത്തിലും ഉണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിൽ അതിനെ ആഖ്യാനം ചെയ്യുകയാണ് MS നൗഷാദ് ചെയ്തത്. യഥാർത്ഥത്തിൽ അവിടെ വാവരസ്വാമിക്ക് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും തകർക്കപ്പെട്ടതാണെന്നും അവിടെ നിലനിന്നിരുന്നു, അത് പുനഃപ്രതിഷ്ഠിക്കണമെന്നുമുള്ള ദേവപ്രശ്നത്തെ
അദ്ദേഹം അത്ര കണ്ട് സ്വീകരിക്കുന്നില്ല. പകരം വാവർ സ്വാമി കൃത്യമായി അവിടെ നിലനിന്നതാണ് എന്ന സങ്കല്പത്തെ ഊട്ടിയുറപ്പിക്കുകയാണ് എം എസ് നൗഷാദ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് പറയാം. ബഹുമാനപ്പെട്ട ശ്രീ ജയകൃഷ്ണ പണിക്കർ പറഞ്ഞതുപോലെ നമ്മൾ അവിടെ പള്ളിയുടെ സ്ഥാനത്താണ് വാപരക്ഷേത്രം ഉണ്ടായിരുന്നതെന്നൊന്നും ജ്യോതിഷത്തിലും പറഞ്ഞിട്ടില്ല, മറ്റ് എന്താ പറയുക ഗ്രന്ഥങ്ങളിൽ പറയണതായിട്ടോ പറഞ്ഞിട്ടില്ല. കൃത്യമായിട്ട് പറയണ ഒരൊറ്റ കാര്യം എന്താ വെച്ചാൽ അവിടെ ഒരു വാപരൻ്റെ ക്ഷേത്രം ഉണ്ടായിരുന്നു. പുരാണത്തിൽ ഞാൻ നേരത്തെ കഴിഞ്ഞ സെഷനിൽ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പന്തള രാജാവിനോട് ഭഗവാൻ പറയണ വാക്യമായിട്ട് കാലാകാലങ്ങളിൽ പാരായണം ചെയ്യപ്പെട്ടു പോന്നിരുന്ന ഭൂതനാഥോപാഖ്യാനം സംസ്കൃതം മൂലം ഇന്ന് ലുപ്തപ്രചാരമായി ഇല്ലാതായി. അതിനെയാണിപ്പോൾ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാനൊരു എളിയ ശ്രമം ഇപ്പോൾ നടത്തുന്നത്. ആ ലുപ്തപ്രചാരമായി പോയിട്ടുള്ള ആ ഗ്രന്ഥത്തിൽ അവിടെ മറ്റൊരു ആരാധനാലയം നിൽക്കുന്നതും അങ്ങനത്തെ വിഷയങ്ങളൊന്നുമല്ല വരുന്നത്. സ്വാമി മഹിഷി വധത്തിന് ശേഷം കൃത്യമായിട്ട് വാപുരൻ എന്ന് പറയുന്ന ഭൂതഗണത്തിന് തൻ്റെ പ്രധാന ഭൂതവൃന്ദത്തിനെ വിളിച്ച്, വാപുരാ നീ എനിക്ക് സഹോദര തുല്യൻ, നീ ഇവിടെ ഇരുന്ന് ഭക്തന്മാരെ രക്ഷിച്ചു കൊള്ളണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. ഒരു വാക്യം ഞാൻ പറഞ്ഞു, 3 ഇൻസ്റ്റൻസസിലാണെന്ന് പറഞ്ഞു. അതിനുശേഷം ശബരിമലയുടെ യാത്രാ സമയത്ത് ആ യാത്രാവിധി പറയുമ്പോൾ, ക്ഷേത്ര നിർമ്മാണം പറയുമ്പോൾ രാജാവിനോട് പറയണു, പാപുരനെ പ്രതിഷ്ഠിച്ച് അമ്പലം പണിത് പ്രതിഷ്ഠിച്ചതിന് ശേഷം മാത്രമേ ശബരിമലയിൽ പുനഃപ്രതിഷ്ഠയോ അല്ലെങ്കിൽ അമ്പലം നവീകരിക്കുകയോ അമ്പലം പണിയുകയോ എന്താണെച്ചാൽ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള അർത്ഥം വരുന്ന വാക്യങ്ങളാണ് ഭഗവാന്റെ തിരുമുഖത്തു നിന്ന് വന്നിട്ടുള്ളത്. അതിനുശേഷം അവസാനിപ്പിക്കുമ്പോൾ ഈ നടന്ന സംഭവങ്ങളെ പറയുന്ന ഭാഗത്ത് രാജശേഖര പാണ്ഡ്യൻ എരുമേലിയിൽ മഹിഷീമാരികം എന്നു പേരുള്ള എരുമേലിയിൽ വന്ന് തമ്പടിച്ച ആദ്യം നമ്മളിന്ന് കോട്ടപ്പടി എന്നൊക്കെ പറഞ്ഞിട്ട് ആ പ്രവേശനമുണ്ട്. അത് ഭഗവാന്റെ കോട്ടയിലേക്ക് ആ പൂങ്കാവനത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഏരിയയാണത്. 18 മലകളുടെ അധിപനായിട്ടാണ് സ്വാമി ഇരിക്കുന്നത്. അതിൻ്റെ ഒരു ഗേറ്റ് വേ ആണ് ശരിക്കും എരുമേലി കഴിഞ്ഞാൽ അതിൻ്റെ ആരംഭസ്ഥാനം. അപ്പം അതിൻ്റെ മുഖത്താണ് വാപരനെ പ്രതിഷ്ഠിക്കുന്നത്, ഭൂതത്തിനെ പ്രതിഷ്ഠിച്ചിട്ട് രക്ഷിക്കാൻ പറയുന്നത്. പരിവാരമായിട്ടോ അംഗരക്ഷകനായിട്ടോ എന്ത് സങ്കല്പത്തിലോ പുരാണം അത് കൃത്യമായിട്ട് പറയുന്നില്ല. ഭഗവാന്റെ വാക്യം പറയണത്, ഭഗവാൻ പറഞ്ഞു ഞാൻ സ്വയമാണ് നീ എന്നാണ് പറയണത്. രാജാവിനോടും പറയണം അത് ഞാൻ തന്നെയാണെന്ന് കരുതിയിട്ട് അവന് വേണ്ട ഉപചാരങ്ങൾ ചെയ്തു കൊള്ളണം, അവൻ ഭക്തരെ രക്ഷിച്ചോളും എന്ന് നിസ്തർക്കം പറയുന്നുണ്ട്. ഭഗവാന്റെ വാക്യമാണ്, പുരാണ വാക്യം പറയാൻ എന്നുള്ളതാണ് എൻ്റെ ധർമ്മം. അതുകൊണ്ട് പുരാണത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇതാണ്. മാത്രമല്ല ഇനി കുറച്ച് മന്ത്രശാസ്ത്രം പറയുകയാണെങ്കിൽ, ആ പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് അമ്പും വില്ലും കുത്തിപ്പിടിച്ചിട്ടുള്ളൊരു രൂപത്തിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് ഭൂതനാഥ ഉപാഖ്യാനത്തിൽ പറയണത് സംസ്കൃത മൂലത്തിൽ. നമ്മൾക്ക് ശാസ്താവിന് അതിപ്രാചീനമായിട്ടുള്ള തന്ത്രഗ്രന്ഥങ്ങളുണ്ട്, പൂജാഗ്രന്ഥങ്ങളുണ്ട്. ശാസ്ത്ര പൂജാ കൽപ്പദ്രുമം, അതിൽ ഭഗവാന്റെ പരിവാരങ്ങൾ പറയും. ആ പരിവാരങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ കൊച്ചു കടുത്ത, വലിയ കടുത്ത എന്നുള്ള കടുത്ത ശബ്ദം, ഉഗ്ര ശബ്ദം ഉണ്ടാക്കണം. അവനെ കടുരവൻ എന്നാണ് ആ ദേവനെ പറയണത്, ആ ഭൂതത്തിനെ പറയണത്. അതുപോലെ വാപരനെ കൃത്യമായിട്ട് 2 പദങ്ങൾ കൊണ്ട് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് മന്ത്രത്തിൽ. അംഗരക്ഷകായെന്നും ശാസ്ത്രപരിവാരായെന്നും. ബാക്കി അതിൻ്റെ ഇടയിൽ ബീജാക്ഷരങ്ങളും മറ്റുമൊക്കെ വരുന്നതുകൊണ്ട് ഞാനത് കൂടുതൽ പറയില്ല. പക്ഷേ അംഗരക്ഷകനാണെന്നും ശാസ്ത്രപരിവാരാണെന്നും വാപുരൻ കൃത്യമായിട്ട് പറഞ്ഞ് അദ്ദേഹത്തിന് എന്തൊക്കെ പൂജകൾ ചെയ്യാവോ അതൊക്കെ ചെയ്യാനുള്ളതിൻ്റെ വിധിയും പറഞ്ഞിട്ടുണ്ട്. അത് ബാക്കിയുള്ള ദേവതകൾക്ക് പറഞ്ഞിട്ടുള്ള മാതിരി തന്നെയാണ്. ശാസ്ത്രപൂജാ കൽപ്പദ്രുമത്തിൽ ശാസ്താവിൻ്റെ വിവിധ ഭാവങ്ങളുടെ മന്ത്രങ്ങൾ, അതിൻ്റെ പ്രയോഗങ്ങൾ, മഞ്ചമാതാവായിട്ടുള്ള മാളിയപ്പുറത്തമ്മയുടെ മന്ത്രങ്ങൾ, അതിൻ്റെ പ്രയോഗങ്ങൾ, അതിനുശേഷം ശാസ്താവിൻ്റെ പരിവാരങ്ങൾ മുഴുവൻ പറയുമ്പോൾ ആ പരിവാരങ്ങളിലെ രാജാവായിട്ടാണ് വാപരനെ പറയണത്. അപ്പോൾ വാപരനൊരു ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് 100% ഉറപ്പാണ്. അത് യാതൊരു സംശയവുമില്ല. ശബരിമലയിലും ഉണ്ടായിരുന്നിട്ടുണ്ടാവണം. കാരണം ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ 1905 പുനരുദ്ധാരണത്തിൻ്റെ സമയത്ത്, അതായത് പുനർനിർമ്മാണം നടത്തുന്ന സമയത്ത് അവിടെ വാവരൻ്റെ എന്താ പറയുക പ്രതിഷ്ഠയുടെ ആ സങ്കേതം പുനരുദ്ധരിച്ചതായിട്ട് പറയുന്നുണ്ട്. കൊല്ലവർഷം 1089, അതായത് 9 വർഷത്തിന് ശേഷം 1933 അന്നത്തെ പ്രധാന തന്ത്രി തിരുവിതാംകൂർ രാജവംശം എഴുതി ചോദിച്ച പ്രകാരം ഹജൂർ കച്ചേരിക്ക് അയച്ച കത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ സന്നിധി ഇവിടെ മുൻപും ഉണ്ടായിരുന്നുവോ എന്നവർ ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു ഉണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ട് കൊടുക്കുന്നത് ഭൂതനാഥ സർവസ്വത്തിൽ
സാക്ഷാൽ കുറുമുളക് നാരായണപിള്ള കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അനവധി വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ളതാണ്. അതെ. അപ്പോൾ വാപരസ്വാമി അവിടെ നിലനിന്നിരുന്നു എന്നുള്ളതിന് വളരെ കൃത്യമായ ചരിത്രരേഖകൾ നമ്മോടൊപ്പമുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇസ്ലാം ഇവിടെ എത്തുന്നതിനും വളരെ മുമ്പ് തന്നെ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഇവിടെ നിലനിൽപ്പുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വാവർ അയ്യപ്പസ്വാമിയുടെ ഉറ്റതോഴനായി മാറുന്നത് എന്നുള്ള ചരിത്രപരമായ ചോദ്യങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ വിജി തമ്പി, ഈ ചരിത്രരേഖകൾ പരിശോധിച്ചാൽ മാലിക് ദിനാർ എന്ന മുസ്ലിം വ്യാപാരിയിലൂടെയാണ് ഇസ്ലാം 9-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തുന്നത്. അതും ഇവിടെ എങ്ങുമല്ല, കൊടുങ്ങല്ലൂരാണ് അത് എത്തുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട്. പിന്നെ എങ്ങനെയാണ് ശബരിമല ഐതിഹ്യത്തിലേക്ക് ഈ വാവർ പള്ളിയുമൊക്കെ എത്തുന്നത്? അത് വലിയൊരു ചോദ്യമല്ലേ? ചരിത്രത്തെ ബന്ധപ്പെടുത്തി അതിനൊരു മറുപടി വേണ്ടേ? ശ്രീ വിജി തമ്പി. സത്യം പറഞ്ഞാൽ ശ്രീ നൗഷാദ് ഇവിടെ പറഞ്ഞതുപോലെ ഈ രേഖകൾ എന്ന് പറയുന്നതെല്ലാം അബദ്ധജടിലങ്ങളാണ്. കാര്യം ഇതൊന്നും കൃത്യമായ രേഖകളല്ല. ഈ 1950കളിലാണ് ഈ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്തപ്പോൾ, അതായത് തീവയ്ക്കപ്പെട്ട് വിഗ്രഹം തച്ചുടച്ച് പുതിയ വിഗ്രഹമാണ്. അയ്യപ്പസ്വാമി പറഞ്ഞിട്ട് പന്തള രാജാവ് പ്രതിഷ്ഠിച്ച വിഗ്രഹമല്ല ഇന്ന് ശബരിമലയിലുള്ളത്. ആ വിഗ്രഹം ശിലാവിഗ്രഹമായിരുന്നു. ഇപ്പോഴിരിക്കുന്ന വിഗ്രഹം പഞ്ചലോഹ വിഗ്രഹമാണ്. ആ ശിലാവിഗ്രഹത്തെയാണ് തച്ചുടച്ചത്, ആ ക്ഷേത്രത്തെ തീവച്ച് നശിപ്പിച്ചത്. അതിനുശേഷം പുനരുദ്ധാരണം ചെയ്ത സമയത്ത് അന്ന് ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോഴാണ് ദേവസ്വം ബോർഡ് ഈ ക്ഷേത്രത്തിൻ്റെ വിഷയത്തിലേക്ക് വരുന്നത്. അതിനു മുമ്പ് ദേവസ്വം ബോർഡും ഈ ക്ഷേത്രവുമായിട്ട് ബന്ധമില്ല. ദേവസ്വം ബോർഡ് ക്ഷേത്രം ഏറ്റെടുത്തപ്പോൾ ആ ക്ഷേത്രത്തിൽ പാരമ്പര്യമായിട്ടുള്ള അവിടുത്തെ ആൾക്കാരെ ആരൊക്കെയാണ്, ഓരോ കുടുംബക്കാർക്ക്, അന്ന് ചിരപ്പഞ്ചരക്കായിരുന്നു അവിടെ വെടിവഴിപാടിൻ്റെ ചുമതല. അതുപോലെ ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു, ഓരോ മറ്റേ ഈ മലയർ അവർക്കുണ്ടായിരുന്നു. അങ്ങനെ പല കുടുംബങ്ങൾക്കും അവിടെ ഓരോ സ്ഥാനം ഉണ്ടായിരുന്നു. പക്ഷേ പലരും അന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് വന്നില്ല. ചിരപ്പഞ്ചരെ സംബന്ധിച്ചിടത്തോളം അവരന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ മുഴുകിയിരിക്കുന്നുണ്ട്. അവർക്ക് ശബരിമലയിലെ യാതൊരു അധികാരങ്ങളും വേണ്ടെന്ന് പറഞ്ഞ് അവരൊഴിഞ്ഞു. സുശീല ഗോപാലൻ്റെ കുടുംബമാണ് ചിരപ്പഞ്ചിറ, അവരൊഴിഞ്ഞു. അങ്ങനെ പലരും വന്നപ്പോൾ അന്ന് വളരെ കുൽസിത ബുദ്ധിയോടുകൂടി ആരോ ചെയ്ത ഒരു പ്രവൃത്തിയാണ് ഇങ്ങനൊരു സംഭവം അവിടെ കൊണ്ടുവന്നത്. അതിന് ഉപോത്ബലകമായിട്ടാണ് ഇങ്ങനൊരു കള്ളപ്പട്ടയം ഉണ്ടാക്കിയത്. അതിനകത്ത് ആ പട്ടയത്തിന് തെറ്റാണെന്ന് പറയാനുള്ള പ്രധാന കാരണം ആ പട്ടയത്തിന് അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ തന്നെ ഉണ്ട്. ശ്രീ നമസ്കാർ, അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അതിൽ എരുമേലി താലൂക്ക് എന്ന് പറയുന്നുണ്ട്. എരുമേലി താലൂക്ക് എന്നാണ് അതിൽ പറയുന്നത്. അങ്ങനൊരു താലൂക്കില്ല. പിന്നെ ആ പറയുന്ന ദിവസങ്ങൾ, ആ ഡേറ്റുകളെല്ലാം തെറ്റാണ്. തെറ്റായ അത് കോടതിയിൽ അത് ഹാജരാക്കിയാണ് ഇവർ ഈ സ്ഥാപിച്ചെടുത്തത്. അതിനെ നമുക്ക് തീർച്ചയായിട്ടും ഖണ്ഡിക്കാനുള്ള രേഖകളെല്ലാം ഉണ്ട്. പക്ഷേ ഇത് ഞാൻ ചോദിക്കട്ടെ, ഈ വാവർ എന്ന് പറയുന്നത് 1950 മുമ്പ് ഒരു സ്ഥലത്തും ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു പ്രമാണത്തിലും വാവര കാര്യം പറയുന്നില്ല. ശ്രീ ശരത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിനു മുമ്പ് പുനരുദ്ധാരണം നടന്ന സമയത്ത് അവിടെ വാപുരസ്വാമിയുടെ ക്ഷേത്രമുണ്ടായിരുന്നെന്നും ആ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്തെന്നും എന്നുള്ളതിന് തന്ത്രി എഴുതി അത് നമ്മുടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ രേഖകളിലുണ്ട്. ഇപ്പം നമുക്ക് ഈ ബുക്കുകൾ വേണ്ട, രേഖകളുണ്ട്. വേണമെങ്കിൽ ആ ചുരുളുകൾ പരിശോധിക്കാം, രേഖകളിലുണ്ട്. അപ്പോൾ ആ രീതിയിൽ കൃത്യമായ രേഖകളുണ്ട്. 1950 ശേഷമാണ് ഈ വാവരെന്ന് പറഞ്ഞൊരു സംഭവം വന്നത്. അത് നമുക്ക് ഒരിക്കലും ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. അത് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കളുടെ ഒരു ജാഗ്രത കുറവാണ്. ഞാൻ അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. അന്ന് വാവർ വന്നതുപോലെ ഇന്ന് പുതിയൊരു കഥാപാത്രം വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ പറഞ്ഞ വെളുത്തച്ഛൻ. നാളെ ഇതും ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി മാറും. നാളെ ഇതുപോലെ ശ്രീ നൗഷാദിനെ പോലെ ആരെങ്കിലും വന്ന് പറയും അന്ന് രേഖകളുണ്ടായിരുന്നു, വെളുത്തച്ഛനായിരുന്നു, വെളുത്തച്ഛൻ അയ്യപ്പനെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിനും രേഖകളുണ്ടാക്കാം. നാളെ ദേവസ്വം ബോർഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാവർക്ക് സ്ഥാനം കൊടുത്തിരിക്കുന്ന പോലെ ഇപ്പുറത്ത് വെളുത്തച്ഛനൊരു സ്ഥാനം കൊടുത്തുകൂടായികയില്ല. പക്ഷേ അന്നുണ്ടായിരുന്ന ഹിന്ദുവിൻ്റെ ജാഗ്രത കുറവ് ഇന്നില്ല. ഇന്ന് ഹിന്ദുവിന് കൃത്യമായ ജാഗ്രതയുണ്ട് ഇത്തരം വിഷയങ്ങളിൽ, ഈശ്വര വിഷയങ്ങളിൽ, ഹൈന്ദവ വിഷയങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഇനിയൊരു കാലത്ത് വെളുത്തച്ഛൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ ഒരിക്കലും ഹിന്ദു സമാജം അംഗീകരിക്കില്ല. മാത്രമല്ല ഇപ്പോൾ ഇവിടെ കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ശ്രീ ജയകൃഷ്ണ പണിക്കർ പറഞ്ഞു. കാര്യം നമ്മളെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദേവപ്രശ്നം എന്ന് പറയുന്നത് ദേവഹിതമാണ്. കാര്യം ഒരു ക്ഷേത്രത്തിൽ ഒരു ദേവപ്രശ്നം നടത്തുന്നത് ഒരു വ്യാഴവട്ടത്തിലൊരിക്കൽ, 12 വർഷത്തിലൊരിക്കൽ എല്ലാ ക്ഷേത്രങ്ങളിലും ദേവപ്രശ്നം നടത്തണം എന്ന് വിധിയുണ്ട്. മാത്രമല്ല അല്ലാതെ ദേവപ്രശ്നം നടത്തുന്നത് അവിടെ എന്തെങ്കിലും ദുർനിമിത്തങ്ങൾ കാണുമ്പോഴോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഇഷ്യൂസ് കാണുമ്പോഴാണ്
ദേവപ്രശ്നം നടത്തുന്നത്. ദേവന് ഇറങ്ങി വന്ന് പറയാൻ പറ്റില്ലല്ലോ എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, എനിക്ക് അഹിതമായ ചില കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാനാണ് ദേവഹിതമോ അഹിതമോ എന്നറിയാൻ വേണ്ടിയാണ് ദേവപ്രശ്നം നടത്തുന്നത്. അപ്പോൾ അത് രാശിയും ആ രാശിയുടെ അടിസ്ഥാനത്തിലും ഇപ്പോൾ ഈ ഇരിങ്ങാലക്കുട ശർമാജിയോ അല്ലെങ്കിൽ ഇപ്പോൾ ജയകൃഷ്ണൻ പണിക്കരോ അതുപോലെയുള്ള ആൾക്കാരുണ്ടാക്കിയ രേഖകളൊന്നും ശാസ്ത്രങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ശ്ലോകങ്ങളോ ഒന്നും അല്ല ഇത് കാലങ്ങൾക്ക് മുമ്പ് ജ്യോതിഷന്മാർ വേദങ്ങളിൽ ഉൾപ്പെട്ടതാണ് ജ്യോതിഷം, വേദശാസ്ത്രങ്ങളിൽപ്പെട്ടതാണ് ജ്യോതിഷശാസ്ത്രം. ആ ശാസ്ത്രത്തിലുള്ള അതിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ദേവപ്രശ്നമായാലും എന്ത് കാര്യം ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ശ്രീ ജയകൃഷ്ണ പണിക്കർ പല ശ്ലോകങ്ങളിലൂടെ പറഞ്ഞു. ഇതെല്ലാം അദ്ദേഹം എഴുതിയ ശ്ലോകങ്ങളല്ല, ഇത് ഈ രേഖകളിലുള്ള പുരാണങ്ങളിലുള്ള ശ്ലോകങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ദേവപ്രശ്നം നടത്തുന്നത്. ദേവപ്രശ്നം ഹൈന്ദവമായ കാര്യമാണ്. ഹിന്ദുക്കൾക്ക് ദേവപ്രശ്നത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്, പൂർണ്ണമായ വിശ്വാസം ഹിന്ദുക്കൾക്കുണ്ട്. പിന്നെ ശ്രീ നൗഷാദ് ഒരു കാര്യം പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ എരുമേലിയിൽ ഒരു വാപുര ക്ഷേത്രം വരുന്നതിൽ മഹൽ കമ്മിറ്റിക്കോ ഇസ്ലാമിക വിശ്വാസികൾക്കോ യാതൊരു പ്രശ്നവുമില്ല. സത്യമാണ്. ഇപ്പോൾ എരുമേലിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എരുമേലിയിൽ ഒരു പള്ളിയേ ഉള്ളൂ, പക്ഷേ അവിടെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, ചുറ്റും ക്ഷേത്രങ്ങളാണ്. അവിടെ വലിയമ്പലമുണ്ട്, കൊച്ചമ്പലമുണ്ട്, ഗണപതി ക്ഷേത്രമുണ്ട്, ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അവിടെ ഒരു ക്ഷേത്രം കൂടെ വന്നു എന്ന് വെച്ച് പള്ളിക്കാർക്ക് എന്താ ഒന്നുമില്ല. ആ മസ്ജിദിൽ വിശ്വസിക്കുന്നവർ മസ്ജിദിൽ പോകും, ക്ഷേത്രത്തിൽ വിശ്വസിക്കുന്നവർ ക്ഷേത്രത്തിൽ പോകും. അതിന് യാതൊരു തർക്കവുമില്ല. അതുമാത്രമല്ല, ഇപ്പം നേരത്തെ ശ്രീ ജയകൃഷ്ണ പണിക്കരും ശ്രീ ശരത്തും പറഞ്ഞതുപോലെ പള്ളിക്കകത്ത് അമ്പലം ഉണ്ടാക്കാൻ ഒരിക്കലും ഒരു ഹൈന്ദവ സംഘടനകളും പറഞ്ഞിട്ടില്ല. അതെ, പള്ളിയോട് നിലനിൽക്കട്ടെ. നമുക്ക് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്, അല്ല ഹിന്ദു സമസ്ത സുഖിനോ ഭവന്തു എന്നൊരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. എല്ലാ മതങ്ങളും എല്ലാ ജീവജാലങ്ങളും ഒന്നിച്ചു നിൽക്കണം എന്ന് തന്നെയാണ് ഹിന്ദുക്കളുടെ അഭിപ്രായം. ഒരിക്കലും ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഇസ്ലാമികരെയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെയോ ഒരിക്കലും ഞങ്ങൾ തള്ളിപ്പറയില്ല. നമ്മളെല്ലാം ഒന്നിച്ചു നിൽക്കില്ല, നമ്മളെല്ലാം ഒറ്റ വിശ്വാസത്തിൽ ഈശ്വരന് താഴെ വരുന്നവരാണ്. നൗഷാദ്, അങ്ങേക്കാണ് അവസരം തരുന്നത്. ബാബുരസ്വാമി ക്ഷേത്രം വരുന്നതിനോട് ഒരു വിയോജിപ്പുമില്ല എന്ന് അങ്ങ് ഈ ചർച്ചയിൽ പറയുകയുണ്ടായി. അങ്ങനെ സർവാത്മന സ്വാഗതം ചെയ്യുകയല്ലേ? ഞാനൊന്ന് പറയട്ടെ. ഇപ്പം ലോകോ സുഖിനോ എന്ന് പറഞ്ഞല്ലോ, എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് സമസ്ത പറഞ്ഞു എന്ന് പറഞ്ഞ പോലാണ് ഒരു ഇസ്ലാം മത വിശ്വാസിയുടെ 40 വീട് ചുറ്റളവ്, അവിടെ ജാതിയും മതവും നോക്കാതെ ഒരു ചുറ്റളവിനകത്ത് ആര് പട്ടിണി കിടന്നാലും ആ പട്ടിണി കിടക്കുന്നവന്റെ പട്ടിണി മാറ്റാത്തവൻ ഇസ്ലാം അല്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു സമുദായമാണ് ഞങ്ങളുടെ. അതവിടെ നിൽക്കട്ടെ, പോട്ടെ, ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് വെക്കാം. ഇവിടെ മാവേലിക്കര കോടതിയില് 1905 കേസ് രേഖകളുടെ പകർപ്പ് ആർക്കൈവ്സ് ഡിപ്പാർട്ട്മെന്റിൽ ദേവസ്വം ഡിപ്പാർട്ട്മെന്റിലും പരിശോധനയ്ക്ക് ലഭ്യമാണ്. അത് ശ്രീ ബിജി തമ്പി അതൊന്ന് പരിശോധിച്ചാൽ നന്നായിരിക്കും. പന്തളൻ രാജകുടുംബം കൂടാതെ ഞാൻ പറയുന്നത് ആയിക്കോട്ടെ. പന്തളൻ രാജകുടുംബവും കൂടാതെ തിരുവിതാംകൂർ ഗവൺമെന്റും ബാബർ കുടുംബത്തിന് നൽകിയ അവകാശങ്ങളെ കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. ആർക്കൈവ്സ് രേഖകൾ പരിശോധിക്കുമ്പോൾ ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കാം. ഇനി മറ്റൊരു കാര്യം, മകരവിളക്കിന് അവകാശമുണ്ടെന്ന് പറയുന്ന വാവർ കുടുംബം, ആ കുടുംബത്തിലെ ഒരാളെ പോലും ശബരിമലയുടെ ആ തിരുമുറ്റത്ത് ഇന്ന് വരെ ആരും കണ്ടിട്ടില്ല. അതാണ് ഇവിടെ ഉയരുന്ന പ്രശ്നം. ഞാനിപ്പം ഒരു സഹോദരൻ പറഞ്ഞതിന്റെ ബാക്കിയൂടെ പറയുകയാണ്. മകരവിളക്കിനനുബന്ധിച്ച് ശബരിമലയിൽ ഗുരുതി നടത്താറുണ്ട്, അതായത് തർപ്പണം നടത്താറുണ്ട്. അകത്തളത്ത് നടത്തുന്ന തർപ്പണം മാളികത്തമ്മയുടെ പേരിലും അതുപോലെ തന്നെ കൊച്ചുകടത്തിയുടെ പേരിലുമാണ്. പുറത്ത് നടത്തുന്നത് ബാബർ സ്വാമിയുടെ പേരിലാണ് പുറത്ത് നടത്തുന്ന ഗുരുതി നടത്താറുള്ളത്. എന്തുകൊണ്ട് ഗുരുതി നടത്തുന്നു? ഇപ്പം ആ ഗുരുതി അവിടെ നടത്തുന്നത് രതീഷ് കുറുപ്പ് എന്ന് പറയുന്ന ഒരാളാണ്. ഇപ്പോൾ നിലവിൽ ഈ വർഷം കഴിഞ്ഞ വർഷം വരെ ആ ഗുരുതി നടത്തിയ ആളുടെ പേര് രതീഷ് കുറുപ്പ് എന്നൊരാളാണ് നടത്തിയത്. അത് കാരണം എന്ന് വെച്ചാല് ബാബരുടെ മരണം ശബരിമലയിൽ വെച്ചാണ് സംഭവിച്ചു എന്നും ചതിയിൽപ്പെടുത്തി ബാബരെ കൊന്നുവെന്നും അതൊരു ദുർമരണമായിരുന്നുവെന്നുമുള്ള സങ്കല്പത്തിലാണ് ബാബർക്ക് വേണ്ടി ഗുരുതി നടത്തുന്നത്. പന്തളം രാജാവിന്റെ ആവശ്യപ്രകാരം
വളരെ കൃത്യമായ ഒരു അജണ്ട മഹല്ല് കമ്മിറ്റി അടക്കം മുന്നോട്ട് വെക്കുകയാണ്. ഇത് വെറും ഒരു ക്ഷേത്ര നിർമ്മാണമല്ല, ഇത് അങ്ങനെ ഒന്ന് ഒതുങ്ങേണ്ടതുമല്ല. അയ്യപ്പന്റെ ചരിത്രത്തിൽ ആരോ തിരികെ കയറ്റിയ സാങ്കല്പിക കഥാപാത്രത്തെ തുറന്നു കാട്ടേണ്ടത് ധർമ്മപരമായ ബാധ്യതയാണ്. ഈ നാളത്രയും ഹൈന്ദവ സമൂഹത്തിന് മേൽ അടിച്ചേൽപ്പിച്ച അസത്യങ്ങൾക്കെതിരെയുള്ള ധർമ്മയുദ്ധത്തിന്റെ സമയമാണിത് എന്നാണ് ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന വാദം. ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും വളരെയധികം നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.